ഹലോ ആ ഹലോ 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 കേൾക്കുന്നില്ല? കേൾക്കാം. നിങ്ങൾ തിരക്കാണോ? എന്ത് പറ്റി? ആരായിരുന്നു? ഞാൻ മുമ്പ് വിളിച്ചിനു. ആ പിന്നെ നിങ്ങൾ ചെയ്ത ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കണ്ടു. ഒന്ന് ബദർ യുദ്ധത്തിനെ പറ്റിയിട്ട് പറയുന്നത്. ആ പിന്നെ സംസം ഉം, തട്ടിപ്പാണെന്നുള്ളത്. പിന്നെ ഉം, നബിന്റെ കല്യാണം, ഉം, മുഹമ്മദ് നബിന്റെ കല്യാണം മാതൃകയല്ല എന്നുള്ള ഉം. പിന്നെ ഒരു പിന്നെ ഒരു ഓക്കെ. വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉം. പിന്നെ ഇതൊക്കെ പിന്നെ സംസാരങ്ങളല്ലേ? ആളുകളോട് സംസാരിക്കുന്നതല്ലേ? ഏ ഇതൊക്കെ ആളുകളോട് സംസാരിക്കുന്നതല്ലേ? ബദർ ആ പിന്നെ നിങ്ങൾ റിയാക്ഷൻ ഷോർട്ട് വീഡിയോ ആയിരിക്കും. ഷോർട്ട് ആ വീഡിയോ വിടുന്നുണ്ടല്ലോ. ഉം, പിന്നെ അതിൽ നിങ്ങൾ എന്താണ് ബദർ യുദ്ധത്തിനെ പറ്റിയിട്ട്, ബദർ യുദ്ധം നബി കൊള്ളടിക്കാൻ വേണ്ടി ചെയ്തതാണ്, ഉം, ഖുറൈശികളെ മേലെ നബി കൊള്ളടിക്കുന്നതാണ് ഉം, എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഉം. എന്താ നിങ്ങളെ അതിൽ സത്യസന്ധത എന്താണ്? ശരിക്ക് നിങ്ങൾ ആദ്യം ബദർ യുദ്ധം എന്താ ശരിക്കും? പ്രതിരോധമല്ലേ അവിടെ ചെയ്യുന്നത്? എന്തിന്റെ പ്രതിരോധം? പ്രതിരോധിക്കല്ലേ ഇങ്ങോട്ട് ഖുറൈശികളെ ആക്രമിക്കാൻ വേണ്ടി അല്ല, യാതൊരു വിധത്തിലും അവിടെ ജീവിക്കാനൊരു അല്ല, അത് നുണയാണ്. സ്വാതന്ത്ര്യം. ഉം? അങ്ങനെ ഒരു തെളിവ് ഖുറാനിൽ എവിടെയില്ല. അല്ല, ഖുറാനിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എവിടെയില്ല. തെളിവുള്ളത് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞതിനാണ്. എന്ത് കൊള്ളടിക്കാൻ അതെ. പോയതാന്നുള്ളതോ? അത് ഖുർആനിൽ തെളിവുണ്ടോ? ഖുറാനിലല്ലല്ലോ. ആ ഖുറാനിൽ എങ്ങനെ തെളിവുണ്ടാവുക? ഖുറാനില് ചരിത്രം ഖുറാനിലല്ലല്ലോ ഉണ്ടാവുക. ഇല്ല. അല്ല, ആ, അപ്പൊ ഇങ്ങക്ക് ഈ തെളിവ് ഇങ്ങക്ക് എവിടുന്ന കിട്ടിയേ? അത് ഗ്രന്ഥങ്ങളിലുണ്ട്, ഹദീസിലുണ്ട്, ആ, ആ, എല്ലാ ഹദീസില് ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഹദീസിലും ഗ്രന്ഥങ്ങളിലും ഇതുണ്ട്, മുഹമ്മദ് നബിന്റെ ഉണ്ട്. തട്ടിപ്പാന്നുണ്ട്. തട്ടിപ്പാണ് ആ, പോലും എഴുതി വെക്കുവോ? അന്നത് അല്ല, തട്ടിപ്പായിട്ടല്ല എഴുതി വെക്കുന്നത്. അത് നിങ്ങള് ഭയങ്കര വീരകൃത്യമായിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് നിങ്ങള് ഊഹിച്ച് മനസ്സിലാക്കിയതാണ് അതിങ്ങനെയാണ് എന്തൊരു തട്ടിപ്പാണെന്നുള്ളത്. കഷ്ടാണ്. ഇപ്പൊ ഇപ്പൊ ഒരു ബാങ്ക് കൊള്ളക്കാരൻ അയാളുടെ ഉം, ജീവിത അല്ലെങ്കിൽ അയാളുടെ ഒരു ഫാൻ ക്ലബ്ബ്, ഉം, അയാളുടെ ഒരു ഇത് എഴുതുമ്പോ അയാൾ എന്തോ ഉം, ഒരു നാടിന് വേണ്ടി നന്മ ചെയ്യുന്ന പോലെയല്ലേ എഴുതി വെക്കുക. ബാങ്ക് കൊള്ളയടി ബാങ്ക് കൊള്ളയടി തന്നെയല്ലേ? ഉം, മനസ്സിലായോ? എഴുതി ഉം. വെക്കുന്നതല്ല. അപ്പോ കച്ചവടത്തിന് പോകുന്ന യാത്രാ സംഘങ്ങളെ പിടികൂടി അവരുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി വഴിയരികിൽ പതുങ്ങിയിരിക്കുക. അതിന്റെ സത്യാവസ്ഥ അല്ലേ ചരിത്രത്തിലൊക്കെ ഉള്ളത്? അത് എന്ത് നിങ്ങൾ സത്യാവസ്ഥ? ഊഹിച്ച് ചിന്തിച്ച് നിങ്ങൾ അല്ല, അതിനെ അതാണ് എഴുതി നിങ്ങൾ വെച്ചിട്ടുള്ളത്. അതെ, ആ, അതിന്റെ നേർക്ക് നേരെ ഉള്ളത് എന്താണോ അതാണ് എന്താണ്? അവിടെ യാഥാർത്ഥ്യത്തിൽ ഉള്ളതല്ലേ എഴുതി വെച്ചത്. അത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയതാണ്. കാരണം നമ്മൾ നിങ്ങൾ അതിന് ചിന്തിക്കേണ്ട സുഹൃത്തെ, നമ്മൾ ഒരു കച്ചവട ഒരു കൂട്ടം മനുഷ്യര് കച്ചവട ഉം, ആവശ്യത്തിന് വേണ്ടി അവരുടെ സമ്പത്തുമായിട്ട് പോകുന്നു. ഉം. അവരുണ്ടാക്കിയ സാധനങ്ങളോ അവരുടെ ഉൽപ്പന്നങ്ങളോ അവരുടെ കയ്യിലുള്ള മറ്റു സാധനങ്ങളോ. അതിന്റെ മുമ്പ് കുറെ കാര്യങ്ങൾ അവിടെ നടന്നിക്കല്ലോ. പറഞ്ഞോളി, എന്താണ്? അതിന്റെ മുമ്പ് എന്തുകൊണ്ടാണ് അങ്ങനെ നബി ചെയ്യാൻ കാരണം? എന്താ അവരെ ആ, തടയാൻ അത് കാരണം എന്താ? അത് പോയിന്റ്. അതായത് ഉം, കൊള്ളയടിക്കാൻ ഉം. പുറപ്പെടാനുള്ള കാരണം എന്ന് കാരണം വേണമെങ്കിൽ എന്താ? നമുക്ക് പറഞ്ഞ് ന്യായീകരിക്കാം. അതിന് പക്ഷെ ചരിത്രത്തിൽ ന്യായീകരിക്കുന്നല്ല, തെളിവില്ല. അതിന് ചരിത്രത്തിൽ തെളിവില്ല. ന്യായീകരിക്കാൻ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തെളിവുണ്ടേ? ബദർ യുദ്ധം പച്ചയായി നിൽക്കുന്ന സത്യമാണ്. അതാ അതെങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞ, ആ തെളിവില്ലാതെ എന്താ പച്ചയായി ഈ നിൽക്കുന്ന പറയുന്നത്? സത്യം നമ്മൾ പറഞ്ഞു കേട്ടതല്ല, ഗ്രന്ഥത്തിലുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാം നമ്മൾ കേട്ടിട്ടുള്ള അറിവും ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുള്ളതെല്ലാം നമുക്ക് അറിയുള്ളൂ. അല്ല, നമുക്ക് പറഞ്ഞു വഴി കേട്ട അറിവ് കിട്ടിയിട്ടില്ലല്ലോ. ഗ്രന്ഥത്തിലുള്ളതിൽ നിന്ന് വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞത്. നമ്മളോട് എന്താ പറഞ്ഞത്? മക്കയിൽ ജീവിക്കാൻ കഴിയാതെ മദീനയിലേക്ക് പലായനം ചെയ്തു എന്നുള്ളതല്ലേ? അവിടെയും ജീവിതത്തിന് അത് സ്വൈര്യം അത് കൊടുക്കാതെ നുണയല്ലേ? എന്നൊക്കെ ഒരു മിനിറ്റ്. അത് നുണയാണ്. എന്താണോണോ എന്താ? അത് നുണയാണ്. നബി ഹിജറ പോയി എന്നുള്ളത് നുണയോ? ഹിജറ പോയി എന്നുള്ളതല്ല. ഇവിടെ അവിടെ ജീവിക്കാൻ ജീവിത പറ്റാത്തൊരു സ്വൈര്യം കൊടുത്തില്ല സിറ്റുവേഷനിൽ ഉണ്ടായിട്ട് അവിടുന്ന് അവരെ ആട്ടി ഓടിച്ചു എന്നല്ലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്? അല്ലേ? അല്ല. എങ്ങനെ അതിന്റെ അതൊന്നും നിങ്ങൾ പറയും. ചരിത്രത്തിലുള്ളത് മുഹമ്മദും സംഘവും മുഹമ്മദ് മദീനയിലുള്ള ഒന്ന് രണ്ട് ഗോത്രങ്ങളിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് ടൈപ്പായി 2 വർഷത്തെ നബി എവിടുന്ന തുടർ പോകുന്നത്? ചർച്ചയുടെ, ആരുടെ പറയട്ടെ, അടുത്ത് നിന്ന് നബി? 2 വർഷത്തെ തുടർ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. ഉം, മുഹമ്മദ് നബി പോകുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ സംഘങ്ങളെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഉം, മുഹമ്മദ് നബിക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ സൗകര്യങ്ങൾ ഒരുക്കാനും അവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും. ഓക്കെ. ഉം, അതിന് അങ്ങനെ പോകുമ്പോൾ, അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാട് വിട്ട ആളുകൾ ഓടിപ്പോകുന്നതിനെ തടയാനാണ് ഖുറൈശികൾ ശ്രമിച്ചത്. ഇത് ഉം, ഞാൻ പറഞ്ഞതല്ല, ഗ്രന്ഥത്തിലുള്ളതാണ്. എങ്ങനെ ഒന്നുകൂടി പറയും. ഞാനിവിടെ മുഹമ്മദ് സൗണ്ട്. നബീന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകള് ഇസ്ലാം സ്വീകരിച്ചിട്ടും അല്ലാതെയും ഒക്കെ മദീനയിലേക്ക് മുഹമ്മദ് പറഞ്ഞത് പ്രകാരം യാത്ര പോകുന്നുണ്ടായിരുന്നു. ആ യാത്ര തടയാനാണ്, അവരവിടെ തന്നെ പിടിച്ചു നിർത്താനാണ് ഇവർ ശ്രമിച്ചത്. അവരവിടെ ആട്ടി ഓടിച്ചിട്ടില്ല. ഒരു തെളിവുമില്ല. യാത്ര തടയാനോ? അങ്ങനെ പോകാതിരിക്കാൻ, അതായത് മക്കയിലുള്ള മനുഷ്യന്മാര് ഗോത്രം വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് തടയാനും അവർ പോകുന്നവരെ പിടിച്ചു നിർത്താനും തിരിച്ചു നിർത്താനും തിരിച്ചു കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആര് ശ്രമിച്ചേ? ഖുറൈശികൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഖുറൈശികൾ ശ്രമിച്ചു. അതെ. ഖുറൈശികൾ നമ്മൾ ശ്രമിച്ചത് ചിരിക്കണ്ട. നബി ഖുറൈശികൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതെ, അതെ. ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാ ഈ അറിവ്? ഗ്രന്ഥത്തിലുണ്ട്, ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്.
ഇതാണ് ഇത്. ആ ഇസ്ലാം ഇത് നല്ല പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥം ആ തന്നെയാണ്. അതൊന്ന് ഇസ്ലാമിക പറഞ്ഞു നിങ്ങൾ ഏത് ലോകത്ത് ബുക്കിലാണ്? അതായത് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യർ ഇസ്ലാമിനെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പലതും എഴുതിയപ്പോ അതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി അതിനെയൊക്കെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം പ്രവാചകന്റെ നബിയുടെ ചരിത്ര ഗ്രന്ഥമുണ്ട്. നബി ഹുസൈൻ ഹൈക്കൽ ജനിച്ച് എഴുതിയ വളർന്ന മുഹമ്മദിന്റെ നാട്ടിൽ നബി പറയട്ടെ ജനിച്ച് ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഭാഗമൊക്കെ വളരെ വിശദമായി എഴുതുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ഒരു സുപ്രഭാതത്തിൽ പിന്നെ ആകെ കൂടെ എന്താ പറയാ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടായിട്ട് അവിടുന്ന് ഇവർ ആട്ടി ഓടിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ആട്ടി ഓടിക്കപ്പെട്ടു എന്നല്ലേ പറയണേ? അത് നുണയാണ്. ഒന്നാമത്തെ നുണ. പിന്നെ ആദർശത്തിന്റെ മേലെ അതാണ് ആദർശത്തിന്റെ കാരണം. മേലും അല്ല. മുഹമ്മദ് നബിക്ക് അവിടെ ഉണ്ടായിട്ടുള്ള ഉപരോധവും മുഹമ്മദ് നബിക്ക് അവിടെ ഉണ്ടായിട്ടുള്ള എതിർപ്പുകളും മുഹമ്മദ് നബി അത് ഉണ്ടായിട്ടുണ്ട്. അത് ഒരിക്കൽ പോലും ഒരു മിനിറ്റ് മുഹമ്മദ് നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കൊണ്ടല്ല, മറ്റുള്ള അവരുടെ ദൈവങ്ങളെ അവരുടെ വിശ്വാസത്തെ നീചമായിട്ട് നിന്ദിച്ചതുകൊണ്ടാണ്, ചീത്ത വിളിച്ചതുകൊണ്ടാണ്. അവരുടെ ദൈവങ്ങളെ അത് പഠിച്ചോന്റെ ഓർഡർ അല്ലേ? നീചമായിട്ട് എന്നല്ല, വളരെ നീചമായിട്ട് പ്രബോധനം നടത്താനും അതായത് അവരുടെ കുറേശികളുടെ ബിംബങ്ങളെ അവരെ ഉപമിക്കാവുന്നത് വിളിയും തെളിയുമില്ലാത്ത ജന്തുക്കളോടാകുന്നു എന്നാണ് ഖുർആനിലുള്ളത്. അതുള്ളതല്ലേ? അത് പഠിച്ചോൻ അല്ല, നിങ്ങൾ പഠിച്ചോൻ പറഞ്ഞാണ്. പഠിച്ചോൻ പറഞ്ഞുകൊണ്ട് നബി പറഞ്ഞു. അതല്ല, മനസ്സിലായോ? ഇപ്പൊ അള്ളാഹു എന്ന് പറയുന്നത് ഇപ്പൊ മുഹമ്മദ് നബി ഒരു സ്ത്രീലമ്പടനും ഒരു യുദ്ധക്കൊതിയനും ഒരു കൊള്ളക്കാരനുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വികാരം വ്രണപ്പെടുവോ? എനിക്ക് പെടൂല. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടൂല. വിശ്വാസികളുടെ ഒരു വിഭാഗത്തിന് വികാരം വ്രണപ്പെടാൻ സാധ്യത? ഞാൻ വിശ്വാസിയാണ്. അല്ല, വിശ്വാസികളിൽ ഒരു വിഭാഗത്തിന് വികാരം വ്രണപ്പെടാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടാകുമായിരിക്കും. അപ്പൊ ഒരു ജനതയുടെ ഇടയിൽ ചെന്ന് നിന്ന് അവര് ആരാധിക്കുന്ന അവരുടെ ദൈവവിശ്വാസത്തെയും സങ്കല്പത്തെയും ചീത്ത വിളിക്കുന്നതിന് ചില ആളുകള് വികാരം കൊണ്ടിട്ടുണ്ട്, ചില ആളുകൾ അവരെ ഉപരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ചിലവർ അവിടെ നിന്ന് നാട് കടത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ത്വായിഫിലേക്കാണ്. പക്ഷെ ഈ പറയുന്ന മദീന പലായനം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ 2 വർഷത്തെ പ്ലാനിങ്ങിൽ മുഹമ്മദ് നബി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. നബി പോയിട്ട് ഒറ്റയടിക്ക് ഓലടുത്ത് പോയിട്ട് ഓല ദൈവങ്ങളെ കുറ്റം പറയുക, ഓല അവിടെ പോയിട്ട് ഓല ബുദ്ധിമുട്ടിക്കല്ലോ ചെയ്തത്. ആദ്യം ചെയ്തത് അതൊന്നുമല്ല. മുഹമ്മദ് നബി നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നതിന്റെ മുമ്പ് ഞാൻ പറയുന്ന നിങ്ങളും കേൾക്കി. നബിക്ക് ആ നാട്ടിൽ ചെറുപ്പം മുതലേ ഉള്ള ഒരു പേരാണ് അൽ അമീൻ എന്നുള്ള പേര്. ഒരു തെളിവില്ല. അതിപ്പോ നമ്മള് മോദി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് മോദിയുടെ ചരിത്രം എഴുതിയാലും മോദി എന്തുമാതിരത്തെ നല്ല മനുഷ്യനായിക്കാരം. അതാണ് ഒരു വ്യക്തിയുടെ ഒരു വിക്ടറിക്ക് ശേഷം ഒരു നേതാവിന്റെ അണികൾ അല്ലെങ്കിൽ അതിന്റെ അനുചരന്മാർ എഴുതിയെടുക്കുന്ന മൗലൂദല്ല ചരിത്രത്തിൽ തെളിവ്. പക്ഷേ അൽ അമീൻ എന്ന് പറഞ്ഞ നബി പിന്നീട് നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മുഹമ്മദ് നബി ചതിക്കാൻ അനുമതി കൊടുക്കുന്നതിന്റെയും നുണ പറയാൻ അനുവാദം കൊടുക്കുന്നതിന്റെ ഒക്കെ ചരിത്രം വേറെ പുറത്തുണ്ട്. ആളെ കൊല്ലാൻ വേണ്ടി ചതിക്കുന്നുണ്ട്. നബി എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി മനസ്സിലാക്കുന്ന സൽ ഗുണസമ്പന്നൻ, ഒരു ഒരു മനുഷ്യനെ കൊല്ലാൻ ചതിച്ചു കൊല്ലാൻ അനുവാദം കൊടുക്കും. അതൊന്നും നബി ചെയ്യുന്നില്ല. ശത്രുക്കളോട് പോലും നബി സമാധാനത്തിലും സ്നേഹത്തിലും അങ്ങോട്ട് വർത്തിച്ചിട്ടുള്ള അതൊക്കെ നമുക്ക് ആഗ്രഹമുള്ള ചിന്തയാണ്. അങ്ങനെ ആയിരിക്കും ഞങ്ങളെ നബി എന്ന് നമുക്കൊക്കെ വിശ്വസിക്കാൻ ആഗ്രഹമുണ്ട്. വിശ്വസിക്കാൻ ഇത് തന്നെയാണ്. പിന്നെ നബിനെ പറ്റിയിട്ട് ഇപ്പൊ ഖുർആനിൽ അതെ നബി കള്ളനാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. നബി കള്ളത്തരം തട്ടിപ്പ് ചെയ്തതാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു വന്നത്. അങ്ങനെയാണെങ്കിൽ ഖുർആൻ നബി ഉണ്ടാക്കിയതായിരിക്കണം അല്ലേ? മുഹമ്മദ് നബി ഉണ്ടാക്കിയതല്ല. പക്ഷെ ഇതൊക്കെ അള്ളാഹുവിന്റേതാണ് എന്ന പേരിൽ മുഹമ്മദ് നബി പറഞ്ഞ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഖുർആൻ ആരുതാ? മുഹമ്മദ് നബിന്റെ. എന്താ സംശയം? മുഹമ്മദ് നബി പറഞ്ഞത് മാത്രമാണ് ഖുർആനിലുള്ളതെങ്കിൽ ഖുർആൻ മുഹമ്മദ് നബിന്റെ തന്നെയാണ്. മുഹമ്മദ് നബിന്റെ രചനയാണ് ഖുർആൻ. വായിക്കാനോ അറിയില്ലായിരുന്നു എന്നല്ലേ പറയണേ? അല്ല, പിന്നെ നിങ്ങൾ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിച്ചിട്ടുണ്ടോ? എന്നാലും നിങ്ങൾ ഗീത വായിക്കണം. എന്തിനാണ്? അതില് ഗീതയില് മുഹമ്മദ് നബിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞു. ഗീത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതയില് ഏതസ്മന്യന്തരേ മേച്ച അറിയാം സംസ്കൃതത്തിന്റെ ഏതസ്മന്യന്തരേ മേച്ച ആചാരന സമന്വിത ശിഷ്യശാഖ സമന്വിതം മഹാമത ഇരിക്കാതെ ശിഷ്യശാഖ സമന്വിതം. ഇങ്ങനെ ഒരു ചെറിയ ശ്ലോകം ഗീതയിലുണ്ട്. പണ്ഡിതന്മാരോട് ചോദിക്കാം. ഗീതയിലുള്ള കാര്യം പറയേണ്ട നിങ്ങളല്ലല്ലോ, ഗീതയുടെ പണ്ഡിതന്മാരല്ലേ? ഞാൻ ഗീത വായിക്കലുണ്ട്, ബൈബിള് വായിക്കലുണ്ട്. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ്. നിങ്ങൾ ഈ ഗീതയിലെ ശ്ലോകം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനിച്ചപ്പോ?
ഞാൻ അല്ല പറയുന്നത് നിങ്ങൾ കേക്ക്. പറയൂ. ഞാൻ നിങ്ങൾ അങ്ങനെ മുസ്ലിമാണ് എനിക്ക് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ ഗീത വായിക്കലുണ്ട്. പണ്ഡിതനല്ല. ഇത് കേക്കേ, ആ പറയുന്നത് അങ്ങോട്ട് കേക്കൂടെ? പറയുന്നത് കേൾക്കാം, പക്ഷെ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ട. ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു ഞാൻ സാധനം പറയുന്നത് കേക്ക് മനുഷ്യ. നിങ്ങൾ പറയൂ. ഞാൻ ഗീത വായിക്കലുണ്ട്. ഗീതയിലെ ഏത് ശ്ലോകാണത്? അല്ലെങ്കിൽ അതിന്റെ റെഫറൻസ് നമ്പർ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഗീത ഞാൻ എടുത്ത് നോക്കിയിട്ട് ഇപ്പം തന്നെ പറഞ്ഞുതരും ഇൻഷാ അല്ലാ. പിന്നെ ഞാൻ ഗീത വായിക്കലുണ്ട്, ബൈബിള് വായിക്കലുണ്ട്, ഖുർആന്റെ തർജുമകള് കുറെ ഞാൻ വായിക്കലുണ്ട്. അതെന്റെ കയ്യിലുണ്ട്. ഈ സംഭവം ബൈബിളും പഴയ നിയമം ഇതൊന്നും പറഞ്ഞിട്ട് മുഹമ്മദ് ബദറിൽ ചെയ്തത് കൊള്ളയല്ല എന്ന് വരൂല. നിങ്ങൾ അത് സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചരിത്രം. എല്ലാ നിങ്ങൾ പറയുന്ന നബി കള്ളനാണ്, പിന്നെ ഖുർആൻ നബിന്റെ രചനയാണ്. ഞാൻ നബി കള്ളനാണെന്നൊന്നും പറയലില്ല. നബി തട്ടിപ്പ് നടത്തി കൊള്ളടിച്ചു എന്ന് കള്ളന്മാരല്ലേ കൊള്ളടിക്കുക? കൊള്ളക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് കള്ളന്മാരന്നല്ലേ, കൊള്ളക്കാരല്ലേ കൊള്ളക്ക് നേതൃത്വം കൊടുക്കുന്നത്? മനസ്സിലാവും. പിന്നെ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഒരു മക്കാരോട് മാത്രമൊന്നുമല്ല. നബി അങ്ങനെ തന്നെയാണ്. അടിസ്ഥാനം ഇല്ലാത്ത കാരണം നിങ്ങൾ എന്തോ ആരോ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറയുന്നത് കിതാബിൽ നിന്നുള്ള കാര്യമാണ്. നിങ്ങളില്ലേ പറഞ്ഞു വരുന്ന വെച്ചാൽ നിങ്ങൾ ഖുർആനിൽ നിന്ന് ഖുർആൻ വായിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചായിരുന്നു വിവരം കിട്ടി. പിന്നെ നിങ്ങൾ പണ്ഡിതന്മാരെ പഠിച്ചു പറഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരെണ്ണം തെറ്റാണ് നിങ്ങൾ സ്ഥാപിക്കൂ. നിങ്ങൾ പറയുന്നത് നിങ്ങളെ ചിന്ത നിങ്ങൾക്ക് ശരിയാണ്. സുഹൃത്തെ, നിങ്ങളുടെ ചിന്ത നിങ്ങൾക്ക് ശരിയാണ്. നിങ്ങളുടെ അന്ധവിശ്വാസം നിങ്ങൾക്ക് ശരിയായിരിക്കും. മനസ്സിലായി? നിങ്ങളുടെ അന്ധമായ വിശ്വാസം, നിങ്ങളുടെ ഗ്രന്ഥത്തെ പോലും പരിഗണിക്കാതെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം പറയൂ. ഇസ്ലാമിന്റെ ചരിത്രം പറയൂ. എന്തായിരുന്നു ബദർ യുദ്ധം? ബദർ യുദ്ധം എന്ന് വെച്ചാൽ പിന്നെ ഇതന്നെ പ്രതിരോധ യുദ്ധം. ഇതന്നെയാണ് ഒറ്റ വാക്കിൽ. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധം? ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധം. ജീവിക്കാൻ സമ്മതിക്കാതെ വന്നപ്പോൾ സാഹചര്യം ഒന്ന് ചുരുക്കി വിവരിക്കൂ. സാഹചര്യം മക്കയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ മദീനയിലേക്ക് പലായനം ചെയ്യുന്നതാണ്. അവിടെ മക്കയിൽ അങ്ങേയറ്റം കഷ്ടപ്പെടുത്തിയോണ്ടാണ് മദീനയിലേക്ക് പോകേണ്ടി വന്നത്. അവിടെ പോയി അവിടെയും ഇവര് വന്ന് ഇടങ്ങാറാക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് അവിടുന്ന് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. പിന്നെ കച്ചവട സംഘത്തെ പിടിച്ചത് അതൊരു തന്ത്രമായിരുന്നു. അത് കച്ചവട സംഘത്തെ പിടിച്ചു വെക്കുന്ന ഒരു തന്ത്രം. അതൊരു യുദ്ധമൊക്കെ വരുന്ന സമയത്ത് പിന്നെ എല്ലാം മനുഷ്യന്മാരല്ലേ യുദ്ധം ചെയ്യുന്നത്. അത് മലക്കുകൾ ഇടപെട്ട്, അത് ശരി തന്നെയാണ്. മലക്കുകൾ ഇടപെടിച്ചെന്നുള്ളത് ശരി തന്നെ. പക്ഷെ യുദ്ധത്തിൽ തന്ത്രമുറകള് സാധാരണ പതിവുള്ളതല്ലേ. അത് ഏത് യുദ്ധം എടുത്തു നോക്കിയാലും അതങ്ങനെ ഉണ്ട്. അതെന്താണ്, അവിടെ വിജയാണ്, സത്യവും അസത്യമാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. അതിന് പിന്നെ അവിടെ തന്ത്രങ്ങൾ ചെയ്യണം എന്നുള്ളത് ആ യുദ്ധം ചെയ്യുന്ന പോലെ അത് ഓരോരുത്തരെ ബുദ്ധിക്ക് അനുസരിച്ചല്ലേ വരിക. അതല്ലേ അവിടെ ചെയ്തത്. കച്ചവട സംഘത്തെ പിടിച്ചു വെക്കുന്നത് അതുകൊണ്ടല്ലേ. പിന്നെ നിങ്ങൾ പിന്നെ മുഹമ്മദ് നബി നിങ്ങൾ പറഞ്ഞല്ലോ എന്താണെന്ന് തട്ടിപ്പ് പിന്നെ കൊള്ള നടത്തിയെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്. അതാണ് ആദ്യം പറയേണ്ടത്. എന്നിട്ട് അതിന്റെ ബാക്കി പറയാം. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് 2 വർഷത്തെ തുടർ ചർച്ചകൾ. അക്കബ ഉടമ്പടി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അക്കബ ഉടമ്പടി വായിച്ചിട്ടില്ല. അക്കബ ഉടമ്പടി വായിച്ചിട്ടില്ല. അപ്പൊ അക്കബ ഉടമ്പടി 1ഉം 2ഉം ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ഔസ് ഖസ്റജ് 2 ഗോത്രങ്ങളിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചു. മുഹമ്മദിന്റെ അടുത്തേക്ക് വരുന്നു. ഇവര് ഹജ്ജിന് ഉംറക്കൊക്കെ വരുന്ന സമയത്ത് അവര് വരികയും പോവുകയും ചെയ്യും. ഓക്കെ. അപ്പൊ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ 2ാമത്തെ അക്കബ ഉടമ്പടിയിൽ അബ്ബാസ്, ഖുറൈശികളുടെ ഭാഗമായി നിൽക്കുന്ന അബ്ബാസ് മദീനയിൽ നിന്ന് വന്ന പ്രതിനിധികളോട് പറയുന്ന ഭാഗം ഞാൻ വായിച്ചുതരാം നിങ്ങൾക്ക്. അങ്ങനെ അവിടെ എത്തിച്ചേർന്നവരോട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഇപ്രകാരം പറഞ്ഞു തുടങ്ങി. എന്റെ സഹോദര പുത്രൻ, ശ്രദ്ധിച്ചു കേട്ടോ, ഇക്കാലം അത്രയും സ്വന്തം ആളുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവനിൽ പകയും വൈരാഗ്യവും പുലർത്തിയിരുന്നവർക്കൊന്നും തന്നെ അവനെ യാതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അക്കാരണത്താൽ വളരെയേറെ മാനസിക പ്രയാസങ്ങളാണ് അവൻ അനുഭവിച്ചിട്ടുള്ളത്. അവനോട് ചെയ്ത കരാർ പറയട്ടെ, നബിനെ കുറിച്ച് പറഞ്ഞത്. അവനോട് ചെയ്ത കരാർ അനുസരിക്കുവാനും അവൻ ആവശ്യമായ സംരക്ഷണം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസവും ഉണ്ടെങ്കിൽ അവനെ നിങ്ങൾ ഏറ്റെടുത്തു കൊള്ളുക. സാധ്യമല്ലെങ്കിൽ അവനെ അവന്റെ കുടുംബത്തിൽ തന്നെ നിലനിർത്തുക. അവിടെ അവർക്ക് പരമമായ സ്ഥാനം തന്നെ ഉണ്ട്. ഇതിൽ നിന്ന് മുഹമ്മദ് നബി അവിടെ കാണിച്ചു കൂട്ടിയതിൽ നിന്ന് അവിടെ ചില ആളുകൾക്ക് മുഹമ്മദിനോട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പറയട്ടെ, എല്ലാവർക്കും അല്ല. അബ്ബാസ് ആ സമയത്ത് മുസ്ലിം അല്ല, ശ്രദ്ധിച്ചു കേട്ടോ, അല്ല. ഖുറൈശികളുടെ ഭാഗത്ത് നിന്നിട്ടുള്ള പ്രതിനിധിയായിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ മുഹമ്മദ് അബൂ താലിബിന്റെ പേരക്കുട്ടി എന്നുള്ള, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി എന്നുള്ളതിലും അബൂ താലിബിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞ ഒരാൾ എന്നുള്ള നിലയിലും
അവിടെ അവര് മുഹമ്മദിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വകവെച്ച് കൊടുക്കുമ്പോഴും ജീവൻ സംരക്ഷിച്ചു പിടിച്ചിരുന്നു. മുഹമ്മദ് നബി അവിടെ ഖുറൈശികൾ മാത്രല്ല, ഖുറൈശികൾ ഇതിൽ പെട്ടതാണ്. പക്ഷെ ഓര് തമ്മിലുള്ള ബന്ധം, നബിയായിട്ടുള്ള ബന്ധം എന്തായിരുന്നു? നബീന്റെ പിതൃവൻ പിന്നെ അബൂ താലിബ്, പിന്നെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ്, ഇവരൊന്നും ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരല്ല. എന്നിട്ടും ഒരു പൂർണ്ണമായി നബിയെ സംരക്ഷിച്ചു വന്ന ആൾക്കാരാണ്. എന്നിട്ടും മുഹമ്മദ് നബിയെ സമ്പൂർണ്ണമായി സംരക്ഷിച്ചു. അത് ഇസ്ലാമിന്റെ മഹത്വമാണോ ഖുറൈശികളുടെ മഹത്വമാണോ? എങ്ങനെ? ഇസ്ലാമിന്റെ മഹത്വമാണോ? ഖുറൈശികളുടെ മഹത്വമല്ല, കുടുംബത്തിന്റെ മഹത്വം, രക്തബന്ധത്തിന്റെ മഹത്താണ്. ഇസ്ലാമിലാണെങ്കിൽ ഇതെങ്കിൽ സംഭവിക്കുന്നെങ്കിലോ? അവിടെ അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? ഒരു മിനിറ്റ്. അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ കഥ അറിയോ? അറിയില്ല. അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ വാപ്പ മുഹമ്മദ് നബിയെ എതിരിട്ടപ്പോ അബൂ ഉബൈദത്തുൽ ജറാഹ് സ്വന്തം വാപ്പാന്റെ തല വെട്ടി ആ തല മുഹമ്മദ് നബിയോട് എതിരിട്ടതിന്റെ പേരിൽ മുഹമ്മദ് നബിയുടെ തല വെട്ടി ആ തല ഫുട്ബോൾ പോലെ വായുവിൽ പറന്നത് നമ്മളെ മൗലവിമാർക്ക് ഇപ്പോഴും ഭയങ്കര ത്രില്ലിംഗ് പ്രസംഗാണ്. അബൂ താലിബിനെയും മുഹമ്മദിനെയും അബൂ ഉബൈദത്തുൽ ജറാഹിനെയും പിതാവിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്തേ. എന്താണ് ഇസ്ലാം നിങ്ങളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലേ ഈ പണ്ഡിതന്മാരും മൗലവിമാരും കിതാബിലുള്ളതാണ്, ഗ്രന്ഥത്തിൽ സഹിഹായ ഹദീസിൽ തെളിവുള്ള കാര്യമാണ്. 2-3 ദിവസം മുമ്പ് ഇല്ല, ഞാൻ ഇപ്പോഴുള്ള സത്യം പറയട്ടെ, നിങ്ങളോട് തന്നെ പറയട്ടെ. ഞാൻ ഇപ്പൊ 2-3 ദിവസം യൂട്യൂബിൽ ഒരു ഇത് കണ്ട്, പിന്നെ വേറെ സ്ഥലത്ത് കൂടി പോലെ എല്ലാം നിങ്ങൾ പണ്ഡിതന്മാരെ കാര്യം പറഞ്ഞപ്പോ പണ്ഡിതന്മാരുടെ കാര്യമല്ല, അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ കഥ ഹദീസുകളിലും ഞാൻ ആ കഥ കേട്ടിട്ടില്ല. ആ കഥ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു കഥ, അതൊക്കെ മൗലവിമാര് അതൊക്കെ ഗ്രന്ഥത്തിലുള്ളതാണ്. കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളൂ. ഖുറൈശി ഗോത്രം, അതായത് മുഹമ്മദിന്റെ വാപ്പയും വല്യപ്പയും എളാപ്പയും മൂത്താപ്പയും ഒക്കെ അടങ്ങുന്ന, മൂത്താപ്പയും ഒക്കെ അടങ്ങുന്ന അവരുടെ കുടുംബവും അവരുടെ ഗോത്രവും ആ പരിസരത്തുള്ള ഗോത്രങ്ങളും ഒക്കെ ആരാധിച്ചു പോന്നിരുന്ന ആരാധനാമൂർത്തികളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുക മാത്രമല്ല, നിന്ദിച്ചും ആക്ഷേപിച്ചും അവരെ വെളിയും തെളിയില്ലാത്ത ജന്തുക്കളാണ് എന്ന് പറഞ്ഞ് അവരെ ചീത്ത വിളിച്ചും ഇങ്ങനെ മുഹമ്മദ് മുന്നോട്ട് പോകുമ്പോൾ പോലും മുഹമ്മദിന് കഅബയിൽ പോകാനും മുഹമ്മദിൻ്റെതായ രീതിയിലുള്ള പ്രാർത്ഥന നടത്താനും അവകാശം ഉണ്ടായിരുന്നു. ചില ആളുകൾ അവിടുന്ന് അപ്പോഴും ഇപ്പോഴൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മുഹമ്മദിനെതിരെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ആ സമൂഹം, ഖുറൈശികൾ, ആ മക്കക്കാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മനുഷ്യർ മുഹമ്മദിന്റെ ജീവന് അപകടം വരുന്ന ഒരു കാര്യം അവിടെ ചെയ്തിട്ടില്ല. ഓക്കെ, മനസ്സിലാക്കുക. ഇനി സ്വന്തം വീട്ടില് നിങ്ങളെ മകൻ മുഹമ്മദ് നബി, ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ വിമർശിക്കുകയാണെങ്കിൽ നിങ്ങളെ ആ മകനെ നിങ്ങൾ സംരക്ഷിച്ചു പിടിക്കും, നിങ്ങളെ വീട്ടിൽ നിർത്തുവോ? നിങ്ങൾ വീട്ടിൽ നിർത്താൻ തീരുമാനിച്ചാൽ നിങ്ങളെ പള്ളി കമ്മിറ്റി സമ്മതിക്കും, നിങ്ങളെ കുടുംബക്കാർ സമ്മതിക്കും? അപ്പം ഈ അവസ്ഥയില് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മുഹമ്മദിന്റെ കാലത്ത് രക്തബന്ധത്തിന്റെ മഹത്വമാണ് നിങ്ങൾ പറഞ്ഞത്. രക്തബന്ധത്തിന്റെ മഹത്വം, അബൂ താലിബും മുഹമ്മദും തമ്മിലുള്ള രക്തബന്ധത്തിന്റെ മഹത്വം പരിശോധിക്കുക. അബൂ ഉബൈദത്തുൽ ജറാഹും അദ്ദേഹത്തിന്റെ പിതാവും തമ്മിലുള്ള ബന്ധം, രക്തബന്ധവും അതിൽ ഇസ്ലാം എങ്ങനെയാ പ്രവർത്തിച്ചെന്ന് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് നിങ്ങൾ ജാഹിലിയ എന്ന് വിളിക്കുന്ന മനുഷ്യർ ഇസ്ലാമിക സംസ്കാരത്തിൽ മുഹമ്മദിനും സംഘത്തിനേക്കാളും എത്രയോ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്നവരാണ്. അവര് ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്നു. മനസ്സിലായി? വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു, സഹിഷ്ണുത ഉണ്ടായിരുന്നു. ഇതാണ് അതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് എന്താ പോയിന്റ് പറയാനുള്ളത്? നമ്മൾ അഖബ ഉടമ്പടിയിലാണ് നിൽക്കുന്നത്, നമ്മൾ ബദർ പറഞ്ഞിട്ട് എന്ന് പിരിയുള്ളൂ. ഉടമ്പടിയൊക്കെ ഞാൻ മദ്രസയിൽ പഠിച്ചത്, അത് എനിക്ക് അത്ര ഓർമ്മയില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ കഥ കേട്ടിട്ടില്ല? അതൊക്കെ ഞാൻ ഇങ്ങനെ നിങ്ങൾ പറയും പോലെ എങ്ങനെ കേട്ടിട്ടുള്ളൂ, അല്ലാതെ പിന്നെ കേട്ടപ്പോ ഞാൻ അതൊന്നും സത്യമായിട്ടൊന്നും വിശ്വസിക്കില്ല. കാരണം അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കുറെ, അതിലൊക്കെ രസത്തിന് ഇങ്ങനെ പറഞ്ഞു വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. രസത്തിന് പറയുന്നതല്ല, ഗ്രന്ഥത്തിൽ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ എഴുതി വെച്ച ഹദീസുകൾ ഇങ്ങനെ രസത്തിന് പറയണതാ. അത് ഹദീസിൽ അത് ഉണ്ടോന്ന് തന്നെ ഞാൻ ആദ്യം പരിശോധിക്കണം. അല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നതുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു പ്രയാസമല്ല. ഇഷ്ടപ്പെടാത്തത്, നമുക്ക് ശരിയല്ല എന്ന് തോന്നണ, നമുക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നാട്ടിൽ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാല് അഖബ ഉടമ്പടി ഈ രീതിയിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഉൾപ്പെടെ നിങ്ങള് ഉടമ്പടിന്റെ അവിടെ നിൽക്കി, നിങ്ങളിപ്പോ പറഞ്ഞില്ല ഇഷ്ടപ്പെടാത്തത് വിശ്വസിക്കാൻ പറ്റൂലെന്ന്. ഞമ്മക്ക് അങ്ങനെ പറ്റാത്തത് നബി ചെയ്തിട്ടില്ല, നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണേ? അതങ്ങനെ തന്നെയാ. നബി എന്ന് പറഞ്ഞാല് അള്ളാന്റെ റസൂല്, അള്ള അങ്ങനെ തെരഞ്ഞെടുത്ത റസൂല്, അങ്ങനെ ഒരു പിന്നെ ഇത് ചെയ്യുന്ന ഇതിലല്ലല്ലോ പഠിച്ചോനെ. നിങ്ങളെ ചിന്തയല്ലേ
നബിനെ അള്ള മനുഷ്യരിലേക്ക് എത്തിച്ചെന്ന റസൂലാണ്. അപ്പൊ റസൂലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീതികേട് റസൂല് ചെയ്യൂല. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളാണ് എന്ന് നിങ്ങളുടെ ആഗ്രഹ ചിന്തയല്ലേ? അത് എല്ലാം എന്ന് വരുത്തി തീർക്കുന്നത് നിങ്ങളെ ചിന്തയാണ്. അത് ഞാൻ പറയുന്നത് കിതാബിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ പറയുന്നത് ആഗ്രഹ ചിന്തയാണ്. നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞ് ഖുറൈശികൾ പൂർണ്ണ സംരക്ഷണം നബിക്ക് കൊടുത്തല്ലോ, പിന്നെ നിങ്ങളെ മോൻ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് മോനെ സംരക്ഷിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. നബി എന്ന് പറഞ്ഞ നബിന്റെ സ്വഭാവം കൂടി അവിടെ പരിഗണിക്കേണ്ടത്. നബി പിന്നെ നബി എന്തുകൊണ്ടാണ് ഒരു സ്വഭാവക്കേടുമില്ല നിങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ? അല്ല നിങ്ങൾ പറയേ മുഹമ്മദ് ഒരു മുഹമ്മദ് നബിനെ പോലത്തെ സമ്മതിക്കണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ? കുറച്ചേരം ഞാൻ പറയുന്നത് നബിക്ക് അവിടെ നബി ഒറ്റയടിക്ക് പോയിട്ട് ഓല ബിംബങ്ങളെ എതിർക്കുകയും പിന്നെ അത് ജന്തുക്കളെക്കാളും ഇതാണെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ഓല ആക്രമിക്കുകയും ഒന്നും അല്ല ചെയ്തത്. നബിക്ക് ആ നാട്ടിൽ നബി അങ്ങേയറ്റം കരുണയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും പിന്നെ സത്യസന്ധമായി തന്നെയാണ് മക്കയിൽ പ്രവർത്തിച്ചത്. അത് സമ്മതിക്കാതെ വരുന്ന സമയത്ത് മാത്രമാണ് നബി ഓരോട് ഏറ്റുമുട്ടിയിട്ടുള്ളൂ. പിന്നെ അബൂ താലിബിന്റെ ജ്യേഷ്ഠന്റെ മകൻ നമ്മൾ പഠിച്ചത് ഹദീസുകളിലൊക്കെ ഉള്ളത് തന്നെയാണ്. അത് സഹീഹായ ഹദീസുകളിലൊക്കെ വന്ന കാര്യങ്ങളാണ്. പിന്നെ മുഹമ്മദ് നബി സ്നേഹത്തോടെ അവിടെ എന്നാണ് ഖുർആൻ നബിനെ വിശേഷിപ്പിക്കുന്നത്. ഖുർആൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് തെളിവ് തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ്. അതായത് മുഹമ്മദ് നബി മക്കയിലെ ആദ്യഘട്ടത്തിൽ അവരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം ക്ഷണിച്ചു, അങ്ങനെ ദഅവത്ത് നടത്താൻ അവിടെ അവർ അനുവദിച്ചില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതിന്റെ തെളിവ് നിങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളെടുത്ത് ഗീതയൊക്കെയാണല്ലോ നിങ്ങൾ ഉദ്ധരിക്കുന്നത്. ഏത് ഗീതയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ ഓടിപ്പോയുള്ള വഴി തേടല്ലേ? നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞതിന് തെളിവ് പറയും. ഓടിപ്പോയതൊന്നല്ല. നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഏത് പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചതാണെന്ന് പറയും. ഏത് നമ്മള് പിന്നെ നബീന്റെ താരീഖി ഇതില് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു. നിങ്ങൾ ചെറുപ്പം മുതൽ പഠിച്ചത് നിങ്ങൾ എവിടെ വായിച്ചു? ചെറുപ്പം മുതൽ ഉസ്താദുമാര് പറഞ്ഞ കേട്ട കഥ നിങ്ങൾ പറഞ്ഞു. ഉസ്താദുമാരുടെ കെട്ടുകഥ. ഒരു മിനിറ്റ് അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ കാര്യം ഞാൻ ഉസ്താദുമാര് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു അതൊക്കെ ഉസ്താദുമാര് പൊടിപ്പും എന്തെങ്കിലും വെച്ച് പറഞ്ഞാണെന്ന്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ തെളിവ് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു അതൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ ഉസ്താദുമാർക്ക് പറഞ്ഞ് കേട്ട് പഠിച്ചാണ്. ഇത് തമ്മിൽ നിങ്ങൾക്ക് ഒരു വൈരുദ്ധ്യം തോന്നുന്നില്ല? ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയതല്ല ഇസ്ലാം. അതല്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ളതും ഹദീസിലുള്ളതും ഗ്രന്ഥങ്ങളിലുള്ളതും ഇസ്ലാം എന്താണ് എന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് ഇസ്ലാം. നിങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാം നിങ്ങളിപ്പോ പ്രചരിപ്പിക്കുന്നതും തട്ടിപ്പും വെട്ടിപ്പും ഞാൻ പറഞ്ഞ ഏത് വാദത്തിനും ഞാൻ നിങ്ങൾക്ക് തെളിവ് തരും. കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് തെളിയിച്ചു തരും. നിങ്ങൾക്ക് ഞാൻ അവിടെ വായിച്ചു ഇവിടെ വായിച്ചു തെളിവ് തരട്ടെ. മുഹമ്മദ് നബി നോണ അതൊക്കെ എങ്ങനെ വേണമെങ്കിലും നബിക്ക് ലോകാവസാനം അതൊക്കെ വ്യാജ ഹദീസാ. ഹദീസുകളുണ്ടോ? സഹീഹുൽ ബുഖാരിയിലും എനിക്ക് കുറച്ച് വായിച്ചപ്പോ വ്യാജ ഹദീസുകളുണ്ടോ? ചില കാര്യങ്ങൾ ഞാൻ അതിൽ വായിച്ചപ്പോ സഹീഹുൽ ബുഖാരിയിൽ തന്നെ വായിച്ചപ്പോ എനിക്ക് ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ വായിച്ചപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ തോന്നിയിരുന്നു. ഞാൻ അതിനെപ്പറ്റി പറയുന്നത് കേക്ക് മനുഷ്യ, ഞാൻ അതിനെപ്പറ്റി പണ്ഡിതന്മാരെന്താണ് പറയുന്നത് എന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. ആ പണ്ഡിതന്മാര് പറയുന്നതിൽ എനിക്ക് തൃപ്തി തോന്നിയിട്ടില്ല എന്ന് വിചാരിച്ച് എന്റെ വിശ്വാസം പോവുകയെ പിന്നെ ഞാൻ ആ പണ്ഡിതന്മാരെ ഞാൻ പറയുന്നത് കേക്കിങ്ങളൊന്നും ഞാനത് തള്ളിക്കളിയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് തട്ടിക്കൂട്ടി കഥകൾ ഞാൻ മെനഞ്ഞുണ്ടാക്കുകയാണ് എന്നാണ് നിങ്ങൾ വാദം. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മിനിറ്റ് ഞാൻ പറയുന്ന ഇസ്ലാം ലോകത്തിന്ന് പ്രചാരത്തിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന നമ്മളെ നാട്ടിലത്തെ സുന്നി മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെ ആഗോളതലത്തിൽ സുന്നികൾ ഇസ്ലാം എന്ന രീതിയിൽ അംഗീകരിക്കുന്ന ഇസ്ലാമും അവർ വിശദീകരിച്ചിട്ടുള്ള ഖുർആന്റെ വിശദീകരണവും അവരംഗീകരിക്കുന്ന ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളും അവരെഴുതി വെച്ചിട്ടുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി ഉൾപ്പെടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ടും ആധികാരികമായിട്ട് അതിനധികരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ നിങ്ങൾ പറയുന്നതിനെല്ലാം തെളിവ് തരും. ഞാൻ പറയുന്നതിനൊക്കെ ഞാൻ തെളിവ് തരും.
നിങ്ങളോട് ഞാൻ പറയുന്നതൊക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വരുന്ന, ഞാൻ പറയുന്നതൊക്കെ തെറ്റാണ്. നിങ്ങൾ ആ ബുക്കിലുണ്ട് ആരൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതി വെച്ച ബുക്കായിരിക്കും. അതെ, സഹീഹുൽ ബുഖാരിയൊക്കെ ഞാൻ ഒരു സാധനം വായിച്ചുതരാം കേട്ടോളി. സഹീഹുൽ ബുഖാരിയില് ഈ നമ്മളെ നാട്ടിൽ ഈ 2020 ശേഷം 2000 ശേഷം മലയാളത്തില് ഹദീസ് പരിഭാഷപ്പെടുത്തിയ IPH പുറത്തിറക്കിയിട്ടുള്ള പരമാവധി ഒഴിവാക്കിയിട്ട് ആകെ 2000 ചില്ലാനം ഹദീസ് മാത്രം പിന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഹദീസിന്റെ അത് നാട്ടുകാരോട് പറയാൻ പറ്റാത്ത പലതും ഇപ്പോൾ ഒഴിവാക്കണ്ടല്ലോ. ഇപ്പൊ അമാനി മൗലവിന്റെ തഫ്സീറൊക്കെ എപ്പോഴും പരിഷ്കരിക്കുന്നില്ലേ? അതെന്തിനാ? അന്ന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വിമർശകരൊക്കെ ഓരോന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ 2000 ചില്ലറ ഇത് പറയുന്നത്, ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്ക്. നിങ്ങൾ പറഞ്ഞില്ലേ 2000 ചില്ലറ ഹദീസ് മാത്രം ഒരു തെരഞ്ഞെടുത്തിട്ട് പ്രസിദ്ധീകരിച്ചതാന്ന് പറഞ്ഞില്ല IPH ജമാഅത്ത് ഇസ്ലാമിന്റെ. പിന്നെ ഇത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തള്ളേണ്ടത് കൊള്ളേണ്ടത് കൊള്ളുക, അതാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കി കൊള്ളേണ്ടത് കൊണ്ട ഹദീസിൽ നിന്നുള്ള ഒരു ഹദീസാണ് ഞാൻ പങ്ക് വായിച്ചിരുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ ഹദീസ് ഗ്രന്ഥം വായിച്ചിട്ടില്ല, നിങ്ങൾ ഖുറാന്റെ ചരിത്രം പഠിച്ചിട്ടില്ല, നിങ്ങൾ ചെറിയ പ്രായത്തിൽ മനസ്സിൽ കയറിക്കൂടിയ ഒരു മുഹമ്മത്തിന്റെ പ്രതീകമായിട്ടുള്ള മുത്തുനബീന്റെ ഓർമ്മകളെ താലോലിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരു പാവം സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഹദീസിൽ നിന്ന് ഒരൊറ്റ ഭാഗം ഞങ്ങൾക്ക് വായിച്ചുതരാം കേട്ടോളി. കഅബ് ബിൻ അഷ്റഫിന്റെ വാദം 1540 ബദറിലെ വിജയത്തിന് ശേഷം മുഹമ്മദിനെ കുറിച്ചുള്ള ഭീതി അറബിക്ക്, ഇത് ഞാൻ വായിക്കല്ലോ കേട്ടോ, ഞങ്ങൾക്ക് പറയണം, പശ്ചാത്തലം പറഞ്ഞിട്ടാണ്. മദീനയ്ക്ക് ചുറ്റും മുഹമ്മദിനെ കുറിച്ചുള്ള ഭീതി പടർന്നു. മുഹമ്മദ് പ്രതികാരക്കൊലകൾ ആരംഭിച്ചു. മുഹമ്മദിനെ വിമർശിച്ചവരെ, മുഹമ്മദിനെ ഉപദ്രവിച്ചു എന്ന് തോന്നിയവരെ, മുഹമ്മദിനെതിരെ പ്രവർത്തിച്ചവരെയൊക്കെ മുഹമ്മദ് ആളുകളെ പേരെടുത്ത് പറഞ്ഞ് കൊല്ലാൻ ഉത്തരവിട്ടു. ആ തരത്തിൽ കൊന്ന ഒരാളാണ് കഅബ് ബിൻ അഷ്റഫ്. കഅബ് ബിൻ അഷ്റഫ് ചെയ്ത പണി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. മക്കയിലെ 70 ആളുകളെ കൊലപ്പെടുത്തിയിട്ട് ആ മൃതദേഹങ്ങളെ പൊട്ടക്കിണറ്റിലേക്ക് വാരി ഇട്ടിട്ട് അംഗവിച്ഛേദം നടത്തിയിട്ട് ചിന്നാഭിന്നം ആളുകൾ മരിച്ചിട്ട് മൃതദേഹങ്ങളെ വെട്ടിയ കഥ ബദറിന്റെ ചരിത്രത്തിലുണ്ട്. മോയിൻകുട്ടി വൈദ്യരെ പാട്ടല്ല, ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. മനസ്സിലായോ? അതായിട്ട് എന്നിട്ട് ഈ മൃതദേഹങ്ങളെ വാരി അവിടുത്തെ ഒരു പൊട്ടക്കിണറ്റിലിടുകയും, മനസ്സിലായോ? മുഹമ്മദ് നബിയുടെ മഹാത്മ്യാണ്. ശത്രുവാണെങ്കിൽ പോലും യുദ്ധമാണെങ്കിൽ പോലും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യന്റെ മൃതദേഹങ്ങളോട് കാണിക്കേണ്ട മര്യാദയുണ്ട് ഇല്ലേ? ഒരു മനുഷ്യൻ എന്ന രീതിയിലില്ലേ? അതുപോലും കാണിക്കാതെ മൃതദേഹങ്ങൾ ഛിന്ന ഭിന്നമാക്കപ്പെട്ട മൃതദേഹങ്ങൾ പോലും വലിച്ചു വാരി ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടിട്ട് അവിടെയും തീരാതെ ആ മൃതദേഹങ്ങളോട് ആക്രോശിക്കുന്ന മുഹമ്മദിന്റെ ചിത്രം ബദറിന്റെ ചരിത്രം എഴുതിയ എല്ലാ ഗ്രന്ഥകാരന്മാരും ചരിത്രകാരന്മാരും എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ നബീനെ നിങ്ങൾ മദ്രസയിൽ നിന്ന് പഠിയൂല. അത് നിങ്ങൾ കിതാബാണ് എടുത്ത് വായിക്കണം, ചരിത്രം വായിക്കണം, അപ്പോൾ കിട്ടും. അതിന് നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതിയ ചരിത്രമല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഇന്നത്തെ പ്രബല മതവിഭാഗം അംഗീകരിച്ച് മദീനയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുന്ന അവാർഡ് കൊടുത്തിട്ടുള്ള ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ പോലും ഉണ്ട്. അതൊക്കെ എടുത്ത് ഈ ആധുനിക കാലത്തിൽ അത് എഴുതി വെച്ച് വായിക്കുന്നുണ്ട്. ഇനി തള്ളേണ്ടത് തള്ളിയിട്ട് കൊള്ളേണ്ടത് കൊള്ളുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഹദീസ് ഗ്രന്ഥത്തിലെ ഇതിന് പശ്ചാത്തലത്തിൽ ഇതിന് ശേഷം ബദറിന് ശേഷം നടന്ന സംഭവമാണ്. അപ്പം ഇങ്ങനെ മനുഷ്യരോട് മൃതദേഹങ്ങളോട് പോലും അനീതി കാണിച്ച മുഹമ്മദിന്റെ ഈ പ്രവൃത്തിയിൽ വിലാപകാവ്യം എഴുതിയ ആളാണ് കഅബ് ബിൻ അഷ്റഫ്. ആ കഅബ് ബിൻ അഷ്റഫിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ നിന്ന് നബി ഒരിക്കൽ ചോദിച്ചു, കഅബിനെ വകവരുത്തുവാൻ ആരുണ്ട്? അവൻ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ഉപദ്രവിച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ എങ്ങനെ ഉപദ്രവിക്കുക? അതിന് കാര്യം മനസ്സിലാവും. അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ എഴുന്നേറ്റു ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ അവനെ കൊല്ലുന്നത് താങ്കൾക്ക് ഇഷ്ടമാണോ? നബി പറഞ്ഞു, അതെ. മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, എങ്കിൽ ചില ചതിവാക്കുകൾ പറയാൻ എനിക്ക് താങ്കൾ അനുവാദം തരണം. നബി പറഞ്ഞു, പറഞ്ഞോളൂ. അങ്ങനെ മുഹമ്മദ് ബിൻ മസ്ലമ കഅബിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഈ മനുഷ്യൻ ഞങ്ങളോട് ദാനം ചെയ്യാൻ. ഇത് സഹീഹ് ബുഖാരിയില് നിങ്ങൾ ഈ പറഞ്ഞില്ലേ തള്ളേണ്ടതൊക്കെ തള്ളി കൊള്ളേണ്ടതൊക്കെ കൊണ്ട ഹദീസില് IPH പബ്ലിഷ് ചെയ്തിട്ടുള്ള സഹീഹ് ബുഖാരിയുടെ പരിഭാഷ നിങ്ങൾക്ക് IPH കിട്ടും. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇസ്ലാമിനെ ഏതൊക്കെ രീതിയിൽ പുട്ടിയടിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പുട്ടിയടിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന പുതിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ പരിഭാഷയിലുള്ളതാണ് ഞാൻ വായിച്ചത് കേട്ടോ. 1540 ഹദീസായിട്ടാണ് അവരുടെ പരിഭാഷയിൽ ഇത് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? എന്നിട്ട് ഈ കഅബ് ഇത് വലിയ സുദീർഘമായിട്ടുള്ള ഹദീസാണ്. ഇതിൽ മുലകുടി ബന്ധത്തിലുള്ള ഒരു മനുഷ്യൻ, ഞാൻ വായിക്കണേ, ഇത് മുഴുവൻ വായിച്ചിറങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ മദ്രസയിൽ നമ്മൾ പഠിച്ച ഇസ്ലാം അല്ല ഈ ഇസ്ലാം എന്ന് ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായതിന്റെ പേരിൽ ഇതിനെ കൂടുതൽ പഠിക്കുകയും അതിലൊക്കെ കണ്ടെത്തിയ വസ്തുതകൾ പരസ്യമായിട്ട് പറയുകയും ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രവാചകനെ തോളിലേറ്റി മനസ്സിലേറ്റി ഇതായിരിക്കും ഇസ്ലാം എന്നും ഇതായിരിക്കും പ്രവാചകൻ എന്നും ഇതിനെതിരെ വരുന്നതൊക്കെ ഗ്രന്ഥത്തെ തള്ളുക എന്ന വളരെ എന്താ പറയാ ലളിതമായിട്ടുള്ള ഒരു യുക്തിയിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്.
നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. നിങ്ങൾ പക്ഷെ വസ്തുതകളെ വസ്തുതകളായിട്ട് എടുക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ആഗ്രഹ ചിന്തക്ക് ഒത്തു വരുന്നതിനെ സ്വീകരിക്കുകയും അല്ലാത്തതിനെ നിരാകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു അന്ധമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇങ്ങള് പറഞ്ഞല്ലോ പിന്നെ കുറച്ചേരം ക്ഷമിക്കട്ടോ. നിങ്ങള് പിന്നെ നബി ഈ കാര്യത്തിൽ നിലപാടൊന്നും അറിയാൻ താല്പര്യമുണ്ട്. മുഹമ്മദ് നബി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ അതോ ഈ ഹദീസ് തെറ്റാണോ എന്തായിരിക്കും നബി? എനിക്ക് പറയാനുള്ളത് നബി നിങ്ങൾ മനസ്സിലാക്കുന്ന നബി ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, നീതികേട് ചെയ്യൂല. കഅബ് അഷ്റഫിന്റെ വാദം ഈ പശ്ചാത്തലം ഇത് തെറ്റായി എഴുതിയതായിരിക്കും. അതൊക്കെ അതിനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. നൂലിഴ വേറെടുത്ത് അതിനെ പറ്റി പഠിക്കാനുണ്ട്. പഠിച്ചോളി. ഒരാളെ ചതിച്ചു കൊല്ലാൻ ഉത്തരവിടുക, ഇനി എങ്ങനെ ചതിക്കണമെന്ന് പറഞ്ഞുതരാം. അടുത്തുണ്ട്. ഞാൻ അത് വായിച്ചിട്ടില്ല. സെയ്ൽ ബുഖാരി കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ട്. പിന്നെ ഉണ്ട്. IPH-ന്റെ ആണോ അത്? IPH-ന്റെ ജമാഅത്ത് പ്രബലമായിട്ടുള്ളത് IPH ആണ്. ഒരു ഗ്രേ കളർ സോറി ബ്രൗൺ കളറാ? അല്ല, ഒരു ബ്ലാക്ക്. ബ്ലാക്ക് അല്ല. സെയ്ൽ ബുഖാരിന്റെ ഉണ്ട്, ബൈബിളിലുണ്ട്, ഭഗവത്ഗീത ഉണ്ട്. IPB-ലും ഉണ്ട് IPH-ലും ഉണ്ട്. കുഴപ്പമില്ല. IPH-ന്റെ ആണല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഗീതനെ പറ്റിയിട്ട് പറഞ്ഞില്ലേ, ഗീത എന്റെ അടുത്തല്ല, എന്റെ ഇപ്പൊ വായിക്കുന്നതാണ്. അത് ഞാൻ അതെടുത്ത് നോക്കുന്നതാണ്. പിന്നെ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? കുറച്ച് അങ്ങനെ മഹാമതായിരിക്കാതെ ശിഷ്യ ശാഖ സമന്വിത സഹാബികളോട് കൂടി നബി വരുന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത് ചിരിക്കുന്നതിനാ? പുച്ഛിക്കണ്ടെങ്കിൽ ഭഗവത്ഗീതയിലോ? ഭഗവത്ഗീതയിൽ ശ്രീമദ് ഭഗവത്ഗീത എന്ന് എഴുതിയ ഒരു ഗ്രന്ഥം ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ബൈബിളില് നബീനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നീ പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് നിനക്ക് ശേഷം പിന്നെ അഹമ്മദ് എന്നൊരു പിന്നെ പ്രവാചകൻ വരാനുണ്ട്. അത് നീ പറഞ്ഞത് ശരി വെച്ചുകൊണ്ട്, ആര് പറഞ്ഞത്? ഈസാ നബി യേശുക്രിസ്തു പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് നിനക്ക് ശേഷം വരാനുണ്ടെന്ന് ബൈബിളിൽ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ബൈബിളിൽ ആ പഴയ നിയമത്തിന്റെ കഥയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. വേറെ പറയും. നിങ്ങൾ ഈ ഭഗവത്ഗീതയിൽ മുഹമ്മദിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. എന്തായാലും സ്ക്രീൻഷോട്ടും അതിന്റെ ഗ്രന്ഥത്തിന്റെ പിന്നെ അത് ഏതാ ഗ്രന്ഥം IPH-ഉം അല്ലെങ്കിൽ ദേവാ ബുക്സ് ഒക്കെ ഇനി ഭഗവത്ഗീതയുടെ പരിഭാഷ കൂടി എഴുതി അച്ചടിച്ചു തുടങ്ങിക്കണോ എനിക്കറിയില്ല. നമുക്ക് പരിശോധിക്കാലോ. ഇതിപ്പോ എന്താ, ഞാൻ നിങ്ങളെ പോലെ തെളിവുകളെ നിഷേധിക്കുന്ന ആളല്ല. തെളിവ് ഞാൻ കാണാത്ത കാര്യമാണ്. നിങ്ങളിപ്പോ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. ഗീത വായിച്ചിട്ടില്ല. ഗീത വായിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഞാൻ കേട്ടിട്ടില്ല. ഗീതയിൽ പഠിച്ചവനെ പറ്റി പറയുന്നത് നിങ്ങൾ വായിച്ചോ? ഇല്ല, ഗീതയിൽ ദൈവത്തെ കുറിച്ച് പറയണതല്ലോ നമ്മൾ ചർച്ച. അള്ളാന്ന് പറഞ്ഞ ഗീതയിലും ബൈബിളിലും സബൂറിലും തൗറാത്തിലും ഖുർആനിലും മനുസ്മൃതിയിലുള്ളത് ഖുർആനിലുണ്ട്. നിങ്ങൾ അംഗീകരിക്കുമോ? ഉണ്ട്, അംഗീകരിക്കും. പിന്നെന്താ? ഗീതയിലുള്ള റെഫറൻസ് എടുത്തു തരാം കേട്ടാ. ഗീതയിലുള്ള ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ബൈബിളിലുള്ള അംഗീകരിക്കുന്നുണ്ട്, പിന്നെ തൗറാത്തിലുള്ള അംഗീകരിക്കുന്നുണ്ട്, സബൂറിലുള്ള അംഗീകരിക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രബലമായിട്ട് ഞാൻ അംഗീകരിക്കുന്നതാണ് സാധനത്തിന്റെ തെളിവുകൾ എനിക്ക് വിട്ടെന്നാ ഞാൻ പരിശോധിക്കും. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇത് നിങ്ങൾ ഭഗവത്ഗീതയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വിട്ടുതരാം. പിന്നെ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മുഹമ്മദ് ഇസ്ലാം എഴുതി വെച്ച ചരിത്രത്തിൽ മുഹമ്മദ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു എന്താ പറയാ സമാധാന പ്രിയനായ, സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും മാനവികതയും ഒന്നും തുളുമ്പുന്ന ഒരു മനുഷ്യനല്ല. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ള മുഹമ്മദ് എന്ന് പറയുന്നത് ആ ഗോത്ര നേതാക്കളിൽ നിന്ന് ഉടലെടുത്തു വന്ന ഒരു തീവ്ര നിലപാടുള്ള ഗോത്ര നേതാവ് മാത്രമാണ്. ആ ഗോത്രം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഉമ്മത്ത് പ്രഖ്യാപിക്കുകയും ആ ഗോത്രത്തെ അംഗീകരിക്കുന്നവരെ പിന്നെ സഹോദരന്മാരായിട്ട് പരിഗണിക്കുന്ന ഒരു മഹാഗോത്രം നിർമ്മിക്കുകയും അതിന് പുറത്തുള്ളവരോട് ശത്രുത പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു ഗോത്ര നേതാവ് മാത്രമാണ്. ഇതാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രം. ഇനി യുദ്ധത്തിന്റെ തുടക്കം എന്ന് ഞങ്ങൾക്ക് പുസ്തകം വായിച്ചാൽ നൂറുൽ യഖീന്റെ പരിഭാഷ സംഗ്രഹിച്ച് പരിഭാഷപ്പെടുത്തിയിട്ട് നമ്മുടെ നാട്ടിലുള്ള പിന്നെ ഇസ്ലാമിക പണ്ഡിതന്മാര് ഞാൻ വായിച്ചുതരാം. നിങ്ങൾ അങ്ങനെ പോലെ ചരക്കുകൾ വിൽക്കാനും വാങ്ങാനും വേണ്ടി യുദ്ധത്തിന്റെ തുടക്കം ചരക്കുകൾ വിൽക്കാനും വാങ്ങാനും വേണ്ടി ഖുറൈശികൾ ഷാമിലേക്ക് കച്ചവട യാത്ര ചെയ്യുക പതിവായിരുന്നു. ഇങ്ങനെ പോകുന്ന യാത്രാ സംഘത്തെ ഈർ എന്ന് വിളിച്ചിരുന്നു. മേൽനോട്ടത്തിനായി സമൂഹത്തിലെ പ്രമുഖരിലും നേതാക്കരിലും പെട്ട ധാരാളം ആളുകൾ അതിന്റെ ഒപ്പം സഞ്ചരിക്കാറുണ്ട്. റസൂലും അനുചരന്മാരും ഹിജ്റ ചെയ്തെത്തിയ പ്രദേശത്തുകൂടി കടന്നു വേണമായിരുന്നു അവർക്ക് ഷാമിലെത്താൻ. അങ്ങനെ അവരുടെ വ്യാപാരം
നിയമത്തിന് ഉപരോധം ഏർപ്പെടുത്താൻ നബി തീരുമാനിച്ചു. മക്കാ മുശ്രിക്കുകൾക്ക് അവരുടെ സാമ്പത്തിക ശേഷി ക്ഷയിപ്പിച്ചുകൊണ്ട് പ്രഹരമേൽപ്പിക്കാൻ അതുവഴി സാധിക്കും. നീ കേട്ടോട്ടോ, അടുത്ത സെന്റൻസ് കേട്ടോട്ടോ. അനിവാര്യമായും നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ നിങ്ങൾ കേൾക്കണ്ടോ? അനിവാര്യമായും നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ അവർ പരാജയപ്പെടാൻ അത് കാരണമായി തീരുകയും ചെയ്യും. യുദ്ധം നടക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. എങ്ങനെ? ഇവിടത്തെ ഒരു ഇതിലും ഞാൻ വായിച്ചിരുന്നല്ലോ. അതെവിടെ? അത് മനുസ്മൃതി അല്ല, അത് ഭഗവത്ഗീത അല്ല, അത് ഔറംഗസീബ് എഴുതിയ ഏതോ വേറെ എന്താണ് ഭവിഷ്യപുരാണത്തിലാണ്. അതൊക്കെ എന്താ കഥ? ഭഗവത്ഗീതയിൽ അങ്ങനെ ഇല്ല പെങ്ങളെ, തെരഞ്ഞെടുത്ത് വെറുതെ സമയം കളയണ്ട. ഭവിഷ്യപുരാണില്ലല്ലോ. ഭവിഷ്യപുരാണം എന്ന് പറഞ്ഞാൽ വലിയ ഗ്രന്ഥമാണ്, അത് ഇല്ല. ഉപനിഷത്തുക്കളും പുരാണങ്ങളും കടമാനുള്ളതാ. ഇത് ഔറംഗസീബ് എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥാണ് സുഹൃത്തെ നിങ്ങളിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള മറുപടിയൊക്കെ ഹൈന്ദവ പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈൽവാരി IPS അല്ലേ ഇത്? അല്ല, ഈ ഗുവാരി ഭവിഷ്യപുരാണത്തിലാണ് സംഭവം. ഭവിഷ്യപുരാണം, കേനോപനിഷത്ത്, ഭവിഷ്യപുരാണം, മാർക്കാണ്ഡ പുരാണം, ഇങ്ങനെ പുരാണങ്ങൾ കുറെ ഉണ്ട്. അതിലൊരു പുരാണമാണ് ഭവിഷ്യപുരാണം എന്ന് പറഞ്ഞത്. അതിലാണ് പുരാണങ്ങളിലുള്ളതല്ല, വേദങ്ങളിലുള്ളത് വേണം. പുരാണം തെളിവല്ല. ആ ഉസ്താദ് പറഞ്ഞു കൊടുക്കും. പുരാണങ്ങൾ എന്ന് പറഞ്ഞ തെളിവല്ല. പുരാണം എന്ന് പറഞ്ഞ പഴംപുരാണം, കഥ. കവിപ്രാശുധാര അല്ല, ഞാൻ എന്താ അറിയോ, ഞാൻ നിങ്ങൾ ഉണ്ട് കാരണം നമ്മള് ഇല്ലാന്നൊന്നും പറയില്ല. നിങ്ങൾ തന്നാകുമ്പോ നമുക്ക് അത്രയല്ലേ എളുപ്പം പറയാൻ പറ്റുക. ഈ കഥ പണ്ട് അക്ബർ പറയുകയും അതിന് ചിദാനന്ദപുരി നല്ല വെടിപ്പായിട്ട് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കൽക്കി അവതാരത്തെ വിശദീകരിക്കുന്ന ഭാഗത്ത് ആ കൽക്കി അവതാരം എന്ന് പറയുന്നത് മുഹമ്മദ് ആണെന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഹലോ ആ പറയൂ, എന്താ പറയാനുള്ളത്? എന്താ നിങ്ങളെന്താ സംശയം? എനിക്ക് സംശയമൊന്നുമില്ല. എന്നോട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചാണ്. അപ്പൊ നമ്മള് തെളിവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പരിശോധിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞത് ഭഗവത്ഗീതയിൽ എന്തോ മുഹമ്മദ് നബിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഏതോ ഒരു പുരാണത്തില് ഹൈന്ദവ സന്യാസിമാര് പറയണത് പിന്നെ എന്താണ്, നമ്മുടെ ഔറംഗസീബിന്റെ കാലത്ത് എഴുതി ചേർത്ത കുറെ സാധനങ്ങൾ ഉണ്ടായിലുള്ളതാണ്. അല്ലല്ല, പുരാണങ്ങളൊന്നും ഔറംഗസേബിന്റെ കാലത്തും ഈ സേവന്മാരുടെ കാലത്തും എഴുതിയതല്ല. പുരാണങ്ങളൊക്കെ കണ്ടമാനം കാലങ്ങൾക്ക് അപ്പുറം എത്രയോ ഭൂതകാലങ്ങൾക്ക് അപ്പുറമുള്ള പുരാണം. അവിടുന്ന് തുടങ്ങിപ്പോകുന്നതാണ്. ഉണ്ടാവും പുരാണങ്ങളിൽ മനുഷ്യൻ ബാക്കി ഖുർആൻ ഒഴികെ ബാക്കി എല്ലാ ഗ്രന്ഥത്തിലും മനുഷ്യന്റെ കൈകടത്തൽ സാധ്യല്ലേ? ഖുർആനിലും കൈകടത്തൽ സാധ്യമാകുമായിരുന്നു, പക്ഷേ അത് സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിന്റെ സംവിധാനങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു. കൈകടത്തൽ സാധ്യമല്ലേന്ന് ചോദിച്ചതാ. സാധ്യമാണ്. അപ്പൊ പിന്നെ നമ്മൾ പുരാണങ്ങൾ വെറുതെ തെളിവായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഖുർആനും ഹദീസിലും നോക്കാം. അല്ല, ഇന്ന് പുരാണങ്ങൾ അവര് പറയുന്നുണ്ട്, അത് അവലംബമാക്കുന്നവര് പുരാണങ്ങൾ ഉപയോഗം ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞതേ. അപ്പൊ അത് വേണമെങ്കിൽ ഔറംഗസീബിനും തിരുത്തിക്കൂടെന്ന് വെക്കാം. ഇതിപ്പോ ഔറംഗസേബിനെ നോക്കേണ്ട കാര്യമില്ല. നമ്മള് പറഞ്ഞാല് ഔറംഗസീബിനും വേണമെങ്കിൽ കൈ കടത്തിക്കൂടെ പുരാണങ്ങളിൽ അന്നത്തെ കാലത്ത്? അത് പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം പുരാണങ്ങൾ ഒരാൾ എഴുതിയിട്ട് പിന്നെ രണ്ടാമത് വേറൊരാൾ എഴുതുമ്പോൾ മാറ്റം വരൂലേ? പിന്നെന്താ, അതൊക്കെ മാറ്റാം. ഉസ്മാന്റെ ഖുർആനൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചില്ലേ? ഒറ്റ പ്രതി വെച്ചിട്ട് ബാക്കിയൊക്കെ കത്തിച്ചറിഞ്ഞില്ലേ? ഖുർആൻ പിന്നെ മാറ്റം വരുത്താൻ പറ്റൂല. കാരണം അതിൽ ഒരു അക്ഷരം മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ തന്നെ മൊത്തം മാറിപ്പോകും. ഖുർആൻ പ്രതികൾ കത്തിച്ചത് എന്തിനായിരുന്നു ആ കാലത്ത്? ഖുർആൻ പ്രതികൾ എന്ന് പറഞ്ഞാൽ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനെ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ ഖുർആൻ കത്തിക്കുകയോ പള്ളി പൊളിക്കുകയോ ഒക്കെ ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചത് ഖുർആൻ ഏകീകരിച്ചിട്ട് റസ്മുൽ ഉസ്മാനി ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ കത്തിച്ചു കളഞ്ഞതിന്റെ ഗുട്ടൻസ് എന്തായിരുന്നു? അതായത് എല്ലാം ക്രോഡീകരിച്ചതിന് ശേഷം. അല്ല, ക്രോഡീകരണം അതിന്റെ മുമ്പ് ക്രോഡീകരിച്ച അഫ്സന്റെ കയ്യിൽ റെഡി ആയിട്ട് ഭദ്രായിട്ടുണ്ടായിരുന്നു. ക്രോഡീകരിച്ചതിന് ശേഷം കത്തിച്ചിട്ടില്ല. അല്ല, ക്രോഡീകരിച്ചതിന് ശേഷം കത്തിച്ചിട്ടുണ്ട്. ഇല്ല, ഖുർആന്റെ ഒരു ക്രോഡീകരണം നടക്കുന്നത് അബൂബക്കറിന്റെ ഭരണകാലത്താണ്. ഉസ്മാനും അഫ്ഫാന്റെ കാലത്ത് അല്ല. അതെ, നിങ്ങളങ്ങനെ ചരിത്രങ്ങൾ പലതും ഉണ്ടാവും. ഉസ്മാനും അഫ്ഫാന്റെ കേട്ടോളി. അബൂബക്കറിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് റിദ്ദ വാറിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അക്രമത്തിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. അപ്പൊ അതിൽ പലരും ഖുർആൻ ഹൃദിസ്ഥമാക്കിയവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് ഉമറിന് തോന്നി. ഖലീഫയായ അബൂബക്കറിന്റെ അടുത്ത് ഉമർ കാര്യം അവതരിപ്പിച്ചു.
ഉമർ പറഞ്ഞു നബി പറയാത്തൊരു കാര്യം ഞാൻ ചെയ്യൂല. കാരണം ഖുർആൻ ഇങ്ങനെ ക്രോഡീകരിച്ച ഒരു പുസ്തക രൂപത്തിലാക്കണം എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പം ഉമർ നിർബന്ധിച്ചു. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, യുദ്ധങ്ങൾ ഉണ്ടായാൽ, ഹാഫിളുമാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഖുർആന്റെ ഒരു സംരക്ഷണം, അതിലുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അള്ളാഹു സംരക്ഷിച്ചോളൂ എന്ന് പറഞ്ഞത് ഉമറിന് എന്തോ അത്ര വിശ്വാസമില്ലായിരുന്നു തോന്നണോ, എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഉമറിന്റെ നിർബന്ധത്തിന് വഴങ്ങി അബൂബക്കർ സമ്മതിച്ചു. ഖുർആൻ എഴുത്തുകാരിൽ പ്രമുഖനായിരുന്നുള്ള ഒരു സഹാബിനെ വിളിച്ചു വരുത്തി. ഖുർആൻ ഏറ്റവും കൂടുതൽ ക്രോഡീകരിക്കുക എഴുതൊക്കെ പെട്ട ഒരു ചങ്ങാതി, അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ അയാളെ വിളിച്ചു. അയാൾ വന്നിട്ട് അബൂബക്കർ ഉമറിന്റെ അടുത്ത് വന്നു. ഇതേപോലെ അബൂബക്കർ ഉമറും കൂടെ നിൽക്കുന്ന സമയത്ത് ഈ സാധനം പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നോട് ആ ഉഹദ് മല തിരിച്ചു വെക്കാൻ പറഞ്ഞാൽ ഞാനത് ചെയ്തു തരാം, പക്ഷെ അതിനേക്കാളും മെന പിടിച്ചൊരു പണിയാണ്, അതിനേക്കാളും ഇടങ്ങേറ് പിടിച്ചൊരു പണിയാണ് ഇപ്പൊ നിങ്ങൾ എന്നോട് ഏൽപ്പിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ആദ്യം പറഞ്ഞ എതിർപ്പ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി ചെയ്യാൻ പറയാത്തൊരു കാര്യം ഞാൻ ചെയ്യൂല എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ മുഹമ്മദ് നബി ചെയ്യാൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, മുഹമ്മദിന്റെ നിർദ്ദേശമില്ലാതെ അള്ളാഹുവിന്റെ സംരക്ഷണം എന്ന വാക്ക്, ഉറപ്പ് ഉമറിന് സംശയം ഉണ്ടായിട്ടാണ് എന്താ അള്ളാഹ്ക്കറിയാം. എന്തായാലും ഉമറിന്റെ നിർബന്ധ പ്രകാരം അബൂബക്കറിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിക്കുകയും അതിന്റെ കൈയെഴുത്ത് പ്രതി ഉണ്ടാക്കുകയും അത് ഹഫ്സയുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരുടെ കയ്യിൽ? ഹഫ്സയുടെ കയ്യിലാണ് അബൂബക്കറിന്റെ കാലം കഴിയുമ്പോൾ ഉണ്ടായിരുന്നത്. മീൻസ് ഉസ്മാൻ ഖലീഫ ആയിരിക്കുമ്പോ ഹഫ്സയുടെ കയ്യിലുണ്ടായിരുന്ന ഖുർആൻ പ്രതി ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് അബൂബക്കറിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉസ്മാന്റെ കാലത്ത് പിന്നെ ക്രോഡീകരിച്ചതിന് പിന്നിൽ പല കഥകളുണ്ട്, പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട്, ഷിയാക്കൾക്ക് വേറെ അഭിപ്രായമുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ എടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ വാദം ഉസ്മാനാണ് ആദ്യം ഖുർആൻ ക്രോഡീകരിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റാണ്. മുഹമ്മദ് അബൂബക്കറിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിക്കുകയും ഭദ്രമായിട്ടൊരു കോപ്പി അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഞാൻ പറയട്ടെ, പിന്നെ സാർ ഇപ്പൊ എന്ത് ചെയ്യുന്നേ? അത് പോട്ടെ, നിങ്ങൾ ബദറിന്റെ ആളത്ത് കൊടുക്കി, നിങ്ങൾ വിളിച്ച ആളത്ത് കൊടുക്കി. സാർ ഇപ്പൊ എന്ത് ചെയ്യുന്നേ? ഞാനൊരു ബിസിനസ്സാണ്. എന്തോറ്റി? ബിസിനസ് ആണോ? അത് ശരി. സാർ വായിക്കാറുണ്ടോ? അത്യാവശ്യം നന്നായി വായിക്കാറുണ്ട്. സാറ് എല്ലാം വിളി ഒഴിവാക്കിയിട്ട് എന്റെ പേര് ലിയാഖത്ത് എന്നാണ്, അത് വിളിച്ചോളി. ശരി, ലിയാഖത്ത് എല്ലാം വായിക്കണം. എല്ലാം വായിക്കാറുണ്ട്. ഒരു കാര്യത്തെ മാത്രം അടിസ്ഥാനമാക്കി നമ്മളെ വിചാരത്തെ ഒരു ഭാഗത്തേക്ക് മാത്രം ഉറപ്പിച്ച് ഉദാഹരണം പറഞ്ഞോളി. പഠിക്കുക. വായനയുടെ റേഞ്ച് ചെറിയ പ്രായം തൊട്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ട്, എല്ലാം വായിക്കാം. ഉദാഹരണമായിട്ട് നമ്മളെ ബാലമംഗളം, ബാലഭൂമി, പൂമ്പാറ്റ തുടങ്ങി നമ്മളെ മനസ്സിനെ അന്തരീക്ഷത്തിന്റെ വികാസത്തെ മലയാളം, അതങ്ങനെ തന്നെ മലയാള മനോരമ, മംഗളം വാരികകള്, മുത്തുച്ചിപ്പി, മുത്ത് എന്ന് പറയുന്ന പൈങ്കിളി വാരികകള്, ക്രൈം എന്ന് പറയുന്ന നോവല്, എങ്ങനെ തുടങ്ങി സകല സാധനം. പിന്നെ നാന, ചിത്രഭൂമി, അത് കഴിഞ്ഞിട്ട് മലയാളം എന്ന് പറയുന്ന ഭാഷാ പോഷിണി, മലയാളം വാരിക, കേരള ശബ്ദം, ഇന്ത്യ ടുഡേ, സെൻസിങ്, ഇങ്ങനെ കൈ കിട്ടുന്നതൊക്കെ വായിച്ചിരുന്നു. അങ്ങനെ വായനക്ക് ഭയങ്കര വൈവിധ്യം ഉണ്ടായിരുന്നു. എന്നാലേ ഇനി എന്താ വായിക്കണ്ടേ? വായിക്കുമ്പോ ചരിത്രങ്ങൾ വായിക്കാം. ചരിത്രം കണ്ടമാനം ആൾക്കാർ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഞാൻ പക്ഷെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഔദ്യോഗിക അംഗീകാരമുള്ള ഗ്രന്ഥങ്ങൾ മാത്രം എടുക്കുള്ളൂ. വിമർശകരുടെ പുസ്തകം ഞാൻ എന്റെ ബൈക്ക് കൊണ്ടുള്ളൂ. എന്താ അറിയോ, വിമർശകർ എഴുതുമ്പോ അതിലൊരു വിമർശനം ഉണ്ടാവും. നമുക്കതൊന്നും വേണ്ട. നമ്മള് ഗ്രന്ഥം നല്ല ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ എടുക്കുള്ളൂ. 5, 6, 11 ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആന്റെ 6232 ആയത്ത് ഒതുങ്ങുന്ന ഇതാണ് പിന്നെ ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിനെ സമസ്തയുടെ കെയറോപ്പിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ജമാഅത്തിന്റെ കെയറോപ്പിൽ വ്യാഖ്യാനിച്ചു. എന്തിന്റെ കെയറോപ്പിൽ വ്യാഖ്യാനിച്ചോട്ടെ? ഈ ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ പുറത്തുനിന്നുള്ള സപ്പോർട്ടും ഗ്രന്ഥവും വേണം, ചരിത്രം പറയണമെങ്കിൽ. അതെ, അതങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പലരും. ഖുർആൻ ആവണമെങ്കിൽ പുറത്തുനിന്നുള്ള സപ്പോർട്ട് വേണം. അല്ല, ഖുർആനാണ് പുറത്ത് സപ്പോർട്ടൊന്നും ആവശ്യമില്ല. വേണം. ഖുർആന് പുറത്തുനിന്ന് സപ്പോർട്ട്. ഖുർആൻ എന്ന് ആരെങ്ങളോട് പറഞ്ഞുതരാം? ഖുർആന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തന്നെയാണല്ലേ അതിന്റെ സപ്പോർട്ട്. ഞാൻ പറഞ്ഞത് ഖുർആൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയണമെങ്കിൽ ഖുർആൻ അല്ലല്ലോ വേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്? അല്ല, അങ്ങനെയാണ്. ഖുർആന് സപ്പോർട്ടിന്റെ ആവശ്യമില്ല. കാരണം ഖുർആൻ എല്ലാത്തിനും. ഖുർആൻ എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഖുർആന്റെ പുറത്തുള്ള ഒരു ഗ്രന്ഥത്തിന്റെ സപ്പോർട്ട് വേണ്ട. എന്താ നിങ്ങൾ പറയണേ? ഹദീസുകളെയും ചരിത്ര ഗ്രന്ഥങ്ങളെയും ഒക്കെ തള്ളിയിട്ട് ഖുർആന്റെ നിലനിൽപ്പ് സാധ്യമാണോ? ഓ, ഖുർആൻ സാധ്യ. ഖുർആൻ നിലനിൽക്കും. ഖുർആൻ അന്ന് തൊട്ട് ഇന്ന് വരെയും ലോകാവസാനം വരെ നിലനിൽക്കും. എങ്ങനെ സാധിക്കും? അപ്പൊ നിങ്ങൾ പറയും എങ്ങനെ ഖുർആൻ ഉണ്ടായത്? ഖുർആൻ അങ്ങനെ തന്നെ. ഖുർആൻ ദൈവ വെളിപാടാണ്. പറയൂ, എങ്ങനെ ദൈവ വെളിപാടാണെന്ന് എങ്ങനെ മനസ്സിലായി? ദൈവം പ്രവാചകനിലൂടെ സംസാരിച്ചു എന്ന് ആരാണ് പറഞ്ഞത്? പറയൂ.
ആരാണ് പറയാത്തത്? അല്ല, എന്താ തെളിവ്? ആരാ പറയാത്ത ഒരു തെളിവ് പറയൂ സുഹൃത്തെ. നമ്മൾ ഖുർആൻ ദൈവികമാണ്, അല്ലെങ്കിൽ ഖുർആൻ പോട്ടെ, ഖുർആൻ മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട പ്രപഞ്ച സൃഷ്ടാവിന്റെ വെളിപാടാണ് എന്ന് നമ്മൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്നത്? പറയും. ഞാൻ പറയാം, അത് പ്രപഞ്ച സൃഷ്ടാവിന്റെ വെളിപാടല്ല, അത് എന്റെ വെളിപാടാന്ന് ഞാൻ പറഞ്ഞ കഷ്ടം. ഇങ്ങനെയല്ല സംസാരിക്കാം. ഞാൻ പറയൂ, പറയുന്നത് കേൾക്കൂ, നിങ്ങൾ സമാധാനത്തോടെ കേൾക്കൂ. ഖുർആൻ സ്വന്തം നിലക്ക് നിലനിൽക്കുമെന്നാണ് നിങ്ങളുടെ വാദം. പ്രപഞ്ച സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിന്റെ പ്ലാൻ തയ്യാറാക്കിയിട്ട് പ്രപഞ്ച സൃഷ്ടാവ് നിർമ്മിച്ചതാണ് ഖുർആൻ എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഇതാണ് ചോദ്യം. പറഞ്ഞാൽ എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഈ ശ്ലോകം ബഹളം വെക്കല്ലേ സുഹൃത്തെ. നിങ്ങൾ പിന്നെ അവിടെ ഉണ്ടായിരുന്ന എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന സഹോദരിയെ ബദറിന്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവതാരം എടുത്താന്ന് തോന്നുന്നു. നിങ്ങൾ ഇത് പറയൂ. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞോടത്ത് ഞാൻ നിൽക്കുകയാണ്, നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ ചോദിക്കുന്നത്, ഇത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൽ നിന്നുള്ള വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനായിരുന്ന മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് എന്ന് നമ്മൾ എവിടെ നിന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. വിശ്വാസമല്ല സുഹൃത്തെ ചോദിച്ചത്, തെളിവാണ് ചോദിച്ചത്. നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ പഠിച്ചതാണ് നിങ്ങൾ പറയുന്നത്. തെളിവാണ് ഞാൻ ചോദിച്ചത്. ഇത് അനുസരിച്ച് എനിക്ക് ഞാൻ പഠിച്ചത്, നിങ്ങൾ എവിടുന്നാണ് പഠിച്ചത്? അതാണ് ചോദിക്കുന്നത്. ഞാൻ പഠിച്ചത് ഗ്രന്ഥങ്ങളിലൂടെ. ഏത് ഗ്രന്ഥത്തിലൂടെ? അത് ഗ്രന്ഥം ഏതാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്? ഏതെങ്കിലും ഗ്രന്ഥം പറയൂ. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഞാൻ പറയുന്നത് ഖുർആൻ ദൈവികമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, അത് വിശ്വസിക്കുന്ന ആൾക്ക് പോലും ഖുർആനെ മനസ്സിലാക്കണമെങ്കിൽ പുറത്തുനിന്നുള്ള ഗ്രന്ഥത്തിന്റെ സപ്പോർട്ട് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഏതൊരു ഗ്രന്ഥത്തിന്റെ പേര് പറയണു, ആ ഗ്രന്ഥം ഏതാണ്? ദൈവിക ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പുറത്തുനിന്നുള്ള ഗ്രന്ഥം ആവശ്യമാണ്. വേണ്ട, എനിക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? പറഞ്ഞു അന്ന് പറയൂ, എങ്ങനെ മനസ്സിലാക്കി? എനിക്കിപ്പോ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫോണ് വേറെ എന്നെ വിളിച്ച ആളെടുത്ത് കൊടുക്കൂ, ആ ബദറിന്റെ കാര്യം തീരുമാനാക്കട്ടെ. നിങ്ങൾ പിന്നെ നിങ്ങൾ എന്നോട് പറയാൻ നോക്കൂ. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് ചോദിക്കുമ്പോൾ അത് എന്നോട് പറയേണ്ട ആവശ്യമില്ലാത്ത ഒരാള് നിങ്ങളോട് ഞാൻ എന്തിനു സംസാരിക്കണം? നല്ലൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുന്ന ഘട്ടത്തിൽ അത് എനിക്ക് എന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആളോട് ഞാൻ എന്തിനു സംസാരിക്കണം? എനിക്ക് 80ാമത്തെ വയസ്സിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നിങ്ങൾ 90 കാര്യമൊന്നുമില്ല, ഇനി 19 ആയാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഞാൻ മനുഷ്യരുടെ പ്രായം വെച്ചിട്ടൊന്നും ആൾക്കാരെ അങ്ങനെ, പ്രായം കൂടിയ ആൾക്കാരോട് റെസ്പെക്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സംസാരിക്കുക. അല്ല, ഞാൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുക. നിങ്ങൾക്കും എനിക്കും പരിശോധിക്കാൻ, ഇത് കേൾക്കുന്ന മൂന്നാമത്തെ ഒരാൾക്കും പരിശോധിക്കാൻ പറ്റുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കുക. അല്ല, മൂന്നാമത്തെ ആൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, നമുക്കിനി പരിശോധിക്കാൻ കഴിയും. നമ്മൾ പരിശോധന കഴിഞ്ഞു. എന്നെങ്കിൽ നിങ്ങളാണ് ഗ്രന്ഥം എനിക്ക് പറഞ്ഞുതരൂ, ഞാൻ പരിശോധിക്കും. നിങ്ങൾക്ക് ആ ഗ്രന്ഥം നിങ്ങൾ വായിക്കുന്ന ആളല്ലേ, എന്താ പറയാനാ? നിങ്ങൾ പറയൂ. ഖുർആൻ ദൈവികമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഗ്രന്ഥം ആവശ്യമില്ല എന്ന് പറഞ്ഞ നിങ്ങൾ ബഹളം ഉണ്ടാക്കൽ ഒരു നല്ല കലാപരിപാടിയല്ല. മനസ്സിലാക്കി സംസാരിക്കുമ്പോ നമ്മളൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്, അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു, ഗ്രന്ഥം ഖുർആനിനെ മനസ്സിലാക്കണമെങ്കിൽ പുറത്തുനിന്നൊരു ഗ്രന്ഥത്തിന്റെ സപ്പോർട്ട് വേണ്ടി വരും. ഖുർആന് സ്വന്തം നിലക്ക് നിലനിൽപ്പില്ല. അത് ഖുർആൻ ദൈവികമാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ മുഹമ്മദ് നബിയെ സ്ഥാപിക്കണം. മുഹമ്മദ് നബിയുടെ മുഹമ്മദ് നബിയുടെ ഹിറാ ഗുഹയിലേക്കുള്ള മുഹമ്മദ് നബിയുടെ ഹിറാ ഗുഹയിലേക്കുള്ള യാത്ര സ്ഥാപിക്കണം. ജിബ്രീൽ വന്നതും ബാക്കി കാര്യങ്ങൾ സ്ഥാപിക്കണം. ഇതിന് നമുക്ക് ചരിത്രത്തിന്റെ, ഹദീസിന്റെ ഒക്കെ തെളിവുകൾ ആവശ്യമുണ്ട്. നിങ്ങൾ ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ പോയെന്ന് ആരാ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ശരി, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഖുർആൻ ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നത്? ഞാന് വിശ്വസിക്കുന്നത് ഖുർആൻ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ദൈവിക വെളിപാടായിട്ട് ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വന്നു ദൈവത്തിന്റെ പ്രവാചകനിലൂടെ. അത് അവസാനം അച്ചടി മെഷീൻ കണ്ടുപിടിച്ചിട്ട് ഒരു ദിവസം ചെന്നപ്പോ പ്രസ്സിലുണ്ട് നല്ല പച്ച ചട്ടയൊക്കെയുള്ള ഒരു ഖുർആൻ ഇങ്ങനെ പ്രിന്റ് ആയി കിടക്കുന്നത്, അല്ലേ? ശരി, എന്നാ ശരി, എന്നാ നിങ്ങള് മറ്റേ ആൾക്ക് കൊടുക്കുക. ബദർ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, എനിക്ക് വേറെ പണി. എന്താ കഥ? ഇങ്ങനത്തെ ആൾക്കാരോടൊക്കെയാണ് നിങ്ങൾ ദീന് പഠിക്കണമെങ്കിൽ വലിയ രസമായിക്കോ. ആയിക്കോട്ടെ, യുദ്ധത്തിന്റെ തുടക്കത്തില് ഞാൻ വായിച്ചിട്ട് അവസാനത്തെ ഭാഗം വിട്ടുപോയി നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. യുദ്ധം നടക്കുമെന്നതിൽ സംശയം ഉണ്ടായിരുന്നില്ല. കാരണം തങ്ങളുടെ വിശ്വാസങ്ങളിൽ വിഡ്ഢിത്തം ആരോപിക്കുകയും ആരാധനയെ വിമർശിക്കുകയും ചെയ്തവർക്കെതിരെ ഖുറൈശികൾ മൗനം പാലിക്കുമായിരുന്നില്ല. മതവിഷയത്തിൽ അവർ അറബികൾക്ക് മാതൃകയായിരിക്കെ വിശേഷിച്ചു.
ഇത് യുദ്ധത്തിന്റെ തുടക്കം വിശദീകരിക്കുന്ന ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇസ്ലാമിന് നേരിയ രീതിയിലൊരു എന്താ പറയാ ഒരു ഡിഫൻസ് എടുക്കാവുന്ന എലമെന്റ് ഒക്കെ ഉണ്ട്. അതും കൂടി ചേർത്താണ് ഞങ്ങൾക്ക് വായിച്ചു തന്നത്. ഞാൻ വായിക്കുന്നത് നൂറുൽ യഖീനാണ്. നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ട് ഒരു 200 രൂപ മുടക്കിയാൽ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥമായിട്ടുള്ള നൂറുൽ യഖീൻ വായിക്കാൻ കിട്ടും. ഇതൊന്നും ഏതെങ്കിലും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ ഗ്രന്ഥം തള്ളിയതായിട്ട് എന്റെ അറിവിലില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളാം, അത്രേ ഉള്ളൂ. സരിയത്ത് എന്ന സൈന്യത്തിൽ ഒരു മിനിറ്റ്, ഇനി സൈനിക വ്യൂഹം. ഇതിനു ശേഷം എത്രയോ തവണ 1, 2, 3, 4 തവണയൊക്കെ മുഹമ്മദിന്റെ സംഘങ്ങൾ ഇതേപോലെ പുറപ്പെട്ടു പോവുകയും അതേപോലെ ആളുകളെ പിടിച്ചു വെക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ യുദ്ധം എന്ന് എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പടയൊരുക്കം എന്ന് എഴുതിയിട്ടുള്ള ഹിജ്റ 2-ാം വർഷം വദ്ദാൻ പടയൊരുക്കം. ഖുറൈശികളുടെ വാണിജ്യ സംഘത്തെ നേരിടാൻ വേണ്ടി ഹിജ്റ 2-ാം വർഷത്തിൽ നിന്ന് 12 ദിവസം പിന്നിട്ട ശേഷം, ആലോചിക്കണം, ഈ 2 വർഷത്തിന് ശേഷം, 1.5 വർഷത്തിന് ശേഷം കേട്ടോ, സഅദ് ബിൻ ഉബാദയെ മദീനയിൽ തന്റെ പ്രതിനിധിയായി നിശ്ചയിച്ച റസൂൽ പുറപ്പെട്ടു. കൊടികളിൽ പിടിച്ചിരുന്നത് പിതൃവ്യൻ ഹംസയാണ്. അങ്ങനെ വദ്ദാൻ എന്ന സ്ഥലത്തെത്തി. സംഘം നേരത്തെ കടന്നുപോയി കഴിഞ്ഞിരുന്നതിനാൽ അവിടെ വെച്ച് ഒരു യുദ്ധത്തെ നേരിടേണ്ടി വന്നില്ല. അതായത് കച്ചവടത്തിന് പോകുന്ന ആളുകളെ ആക്രമിക്കാൻ വേണ്ടി പടയൊരുങ്ങി കൊടിയും പിടിച്ചു പോവുക. എന്നിട്ട് ഇവര് ചെന്നപ്പോഴത്തേക്ക് അവര് കച്ചവട സംഘം രക്ഷപ്പെട്ടു പോയതുകൊണ്ട് യുദ്ധം നേരിടേണ്ടി വന്നില്ല. എന്തൊക്കെ എഴുത്ത് എന്നാലോചിച്ചോക്ക്. ഈ യാത്രയിൽ ബനി ലംറ ഗോത്രക്കാരുമായി റസൂൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയുണ്ടായി. അവർക്ക് സംരക്ഷണം നൽകുമെന്നും മുസ്ലിങ്ങൾ സഹായ അഭ്യർത്ഥന നടത്തിയാൽ അവർ ഇങ്ങോട്ടും സഹായിക്കണമെന്നുമായിരുന്നു ഉടമ്പടി. 15 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നബിയും മറ്റു സത്യവിശ്വാസികളും മദീനയിലേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ബുവാത്ത് യുദ്ധം. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ നേതൃത്വത്തിൽ ഖുറൈശികൾ ഉൾപ്പെടുന്ന ഒരു സംഘം ഷാമിൽ നിന്ന് മടങ്ങി വരുന്നുണ്ട വിവരം വദ്ദാനിൽ നിന്നും മടങ്ങിയെത്തി ഏറെ കഴിയുന്നതിന് മുമ്പായി, അതായത് അങ്ങോട്ട് പോയ സംഘം തിരിച്ചു വരുന്നു എന്ന് മനസ്സിലായി. 2500 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു അത്രേ അതിൽ. അപ്പോൾ 200 മുഹാജിറുകളെയും കൂട്ടി, ആലോചിക്കണം, 200 മുഹാജിറുകളെയും കൂട്ടി നബി അവരെ തടയാൻ പുറപ്പെട്ടു. റബീഉൽ അവൽ മാസത്തിലായിരുന്നു അത്. സഅദ് ബിൻ അബി വക്കാസാണ് പതാക ഏന്തിയിരുന്നത്. ബുവാത്ത് എന്ന സ്ഥലത്തെത്തിയപ്പോൾ, ഒരു മിനിറ്റ് കേൾക്കൂ, സ്ഥലത്തെത്തിയപ്പോൾ സംഘം കടന്നുപോയത് മനസ്സിലാക്കുകയും ഒന്നും ചെയ്യാൻ കഴിയാതെ തിരിച്ചു പോരുകയും ചെയ്തു. മുശ്രിക്കുകൾ സ്വയം ജാഗ്രതയും, ശ്രദ്ധിച്ചു കേട്ടോ, മുശ്രിക്കുകൾ സ്വയം ജാഗ്രതയും സൂക്ഷ്മതയും പാലിച്ചതുകൊണ്ടും മദീനക്കാരിൽ നിന്ന് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചതുകൊണ്ടുമായിരുന്നു ഈ വിധം സംഭവങ്ങളെല്ലാം ഉണ്ടായത്. ഉഷൈറ യുദ്ധം. ഖുറൈശികളുടെ ഒരു വലിയ സംഘത്തെ ഷാമിലേക്ക് തിരിച്ചിട്ടുണ്ടെന്ന വാർത്ത ബുവാത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ തന്നെ നബി അറിഞ്ഞു. ഖുറൈശികളുടെ എല്ലാ സമ്പൽ ശേഖരങ്ങൾ അതിലുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ഒരു മിസ്കാലോ അതിലധികമോ സ്വത്തുള്ള മക്കയിലെ ഒരു ഖുറൈശി സ്ത്രീയോ പുരുഷനോ ആ സംഘത്തിൽ ഓഹരി കൊടുത്തയക്കാതിരുന്നില്ല. അബൂ സുഫിയാന് പിന്നെ ഹർബിന്റെ നേതൃത്വത്തിൽ 20-ലേറെ ആളുകളുമാകുന്നായിരുന്നു ആ സംഘം. 20 പേരുള്ള, 40 എന്നൊക്കെ പറയുന്നുട്ടോ, തെറ്റാണ്. റസൂൽ 150 മുഹാജിർ, ഈ 20 ആളും അവരുടെ സമ്പത്തും പിടിച്ചടക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന സംഘത്തെ തടയാൻ 150 മുഹാജിറുകളെയും കൂട്ടി ജമാദുൽ ഊല മാസത്തിൽ ആ സംഘത്തെ തെരഞ്ഞു പുറപ്പെട്ടു. പിതൃവ്യൻ ഹംസ തന്നെയായിരുന്നു ആ പ്രാവശ്യത്തെയും കൊടിവാഹകൻ. അബൂ സലാമത്ത് ബിൻ അബ്ദുൽ അസ്വദിനെയാണ് മദീനയുടെ ചുമതല ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഉഷൈറയിൽ എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി. ഞാൻ വായിച്ചു തരാം, ഞാൻ പറഞ്ഞുതരാം. നൂറുൽ യഖീൻ. അതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തള്ളാം. പക്ഷെ ഇവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏതെങ്കിലും മതസംഘടനകളെ തള്ളിയതായിട്ട് എന്റെ അറിവിലില്ല. ഓക്കെ, നൂറുൽ യഖീൻ എന്ന് പറയുന്നത് എഴുതിയ ആളുടെ പേര് മുഹമ്മദ് ബിനു കുളിരി ബംഗോ അങ്ങനെ എന്താണ്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാണ് കേട്ടോ. അത് മുജാഹിദുകളും സുന്നികളൊക്കെ വേറെ വേറെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കോ. അപ്പൊ ഇങ്ങനെ അവര് ചെന്നപ്പത്തിനും എന്തായി, ചുമതല ലഭിച്ചെന്ന്. ഉഷൈറയിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി സംഘം സ്ഥലം വിട്ട് കഴിഞ്ഞു എന്ന്. ബനു മുദ്ലജിനോടും അവരുടെ സഖ്യകക്ഷികളോടും ഈ യാത്രാവേളയിൽ നബി ഉടമ്പടി ചെയ്യുകയുണ്ടായി. ഈ ഉടമ്പടിയുടെയൊക്കെ കഥ എന്താന്ന് പിന്നെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വേറെ ഡീറ്റെയിൽസ് എടുക്കേണ്ടി വരും. അനന്തരം മദീനയിലേക്ക് മടങ്ങി കച്ചവട സംഘം മടങ്ങി വരുന്നത് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. 1-ാം ബദർ കേട്ടോ. ഖുർസ് ബിൻ ജാബിർ. ഇതിനൊക്കെ തെളിവ് ഹദീസിലും തഫ്സീറിലും ഉണ്ട്. വെറുതെ ഇടങ്ങാറാവണ്ട. ഇതിനൊക്കെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹദീസിലുണ്ട്, തഫ്സീറുകളിലുണ്ട്, ഖുർആൻ വചനങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഖുർസ് ബിൻ ജാബിർ അൽ ഫിർഹി മദീനയെ മേൽച്ചിൽ സ്ഥലത്ത് വന്ന് കൊള്ളയടിച്ച്, അതിനിടയിൽ ഏതോ ഒരു സംഘം മദീനയുടെ പരിസരത്ത് എവിടെ വന്ന് എന്തോ കൊള്ളയടിച്ചു പോയ വിവരം അറിഞ്ഞ് നബി അപ്പൊ തന്നെ സെയ്ദ് ബിൻ ഹാരിസിനെ മദീനയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ച് അന്വേഷിച്ച് നബിയും കൂട്ടാളികളും പോയി. അലി ബിൻ അബി താലിബിനെ കൊണ്ടാണ് ആ പ്രാവശ്യം കൊടി പിടിപ്പിച്ചത്. അങ്ങനെ സഫ്വാൻ എന്ന സ്ഥലം വരെ സഞ്ചരിച്ച്
അയാളെ പിടികിട്ടാത്തതിനാൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെടാതെ തിരിച്ചു പോരേണ്ടി വന്നു. ഈ പടനീക്കത്തിന് ഒന്നാം ബദർ എന്ന് പറയപ്പെടുന്നു. ഇനി അതിനുശേഷം നിയുക്ത സൈന്യം വേറെ വീണ്ടും അബ്ദുല്ലാഹിബിൻ ജേഷന്റെ നേതൃത്വത്തിൽ 8 പേരുടെ ഒരു സംഘത്തെ റസൂൽ ഈ വർഷം റജബ് മാസത്തിൽ നിയോഗിച്ചു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മാത്രമേ തുറന്നു വായിക്കാവൂ എന്ന നിർദ്ദേശത്തോടെ മുദ്ര വെച്ച ഒരു കത്തും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇതൊക്കെ ഹദീസിലുള്ള കേട്ടോ. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കത്ത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ എഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ താങ്കൾ നഖൽ വരെ പോവുക. അവിടെ നിന്ന് ഖുറൈശികളുടെ നീക്കത്തെ ശ്രദ്ധിച്ച് പഠിച്ച് നമുക്ക് വിവരം തരിക. വിവരം പ്രചരിക്കുന്നത് ഭയന്ന് മദീനയിൽ വെച്ച് നബി യാത്രാ ഉദ്ദേശം അവരോട് പറഞ്ഞിരുന്നില്ല. പറഞ്ഞാൽ ശത്രുക്കൾ അറിഞ്ഞ് പതിയിരിക്കുകയും ചെയ്യും. ഈ ചെറു സംഘത്തിന് അവരെ നേരിടാൻ കഴിയില്ലെന്ന് വ്യക്തവുമാണ്. അബ്ദുള്ള യാത്ര തുടർന്നു. യാത്രക്കിടയിൽ സഅദ് ബിൻ അബി വക്കാസും ഉത്ബത്ത് ബിൻ ഗസ്വാനും മാറി നിന്നു. തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒട്ടകത്തെ അന്വേഷിച്ചു പോയി. ബാക്കിയുള്ളവർ യാത്ര തുടർന്ന് മക്കയിലെത്തി. അപ്പോഴാണ് ഖുറൈശി വ്യാപാര സംഘം അതുവഴി മക്കയെ ലക്ഷ്യമാക്കി കടന്നു പോകുന്നു. അമ്ർ ബിൻ ഹൽറമി, ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹിബിൻ മുഗീറ, അദ്ദേഹത്തിന്റെ സഹോദരൻ നൗഫൽ, ഹാക്കിം ബിൻ ഖൈസാൻ എന്നിവരെല്ലാം ആ സംഘത്തിൽപ്പെടും. മുസ്ലിങ്ങൾ അവരുടെ കാര്യത്തിൽ ഏകോപിച്ചു. അവരുടെ സ്വത്ത് പിടിച്ചെടുക്കുവാനും തീരുമാനിച്ചു. റജബ് മാസം അവസാന ദിവസമാണ് മുസ്ലിങ്ങൾ അവരെ പിടികൂടിയത്. അങ്ങനെ അവർ അമ്ർ ബിൻ ഖൽറമിനെ വധിക്കുകയും ഉസ്മാനെയും ഹക്കമിനെയും ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. നൗഫൽ ഓടി രക്ഷപ്പെട്ടു. ഒട്ടകങ്ങളെ അവർ തെളിച്ചു കൊണ്ടുപോവുകയും പോയി. അതായിരുന്നു മുസ്ലിങ്ങൾ ഖുറൈശി ശത്രുക്കളോട് പൊരുതി പിടിച്ചെടുത്ത ആദ്യത്തെ ഗനീമത്ത് സ്വത്ത്. പിന്നീട് അവർ മദീനയിലേക്ക് മടങ്ങി. മുശ്രിക്കുകൾ അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് മുസ്ലിങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവർ യുദ്ധം നിഷിദ്ധമായ വിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്ത വാർത്ത അവിടെയെങ്ങും പരന്നിരുന്നു. ഖുറൈശികളും ജൂതന്മാരും അതും പറഞ്ഞ് അവരെ ആക്ഷേപിച്ചു. മുസ്ലിങ്ങൾക്കും അവരുടെ നേരെ വൈരാഗ്യം തോന്നി. ഈ വിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കൽപ്പന നൽകിയിരുന്നില്ലല്ലോ എന്ന് നബി അവരോട് പറഞ്ഞു. അവർ ദുഃഖപരവശരായി. അപ്പോഴാണ് സൂറ അൽ ബഖറയിലൂടെ അള്ളാഹു ഉണർത്തിയത്. താഴെ കൊടുക്കുന്ന വചനം അതിനെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, പറയുക, അതിൽ യുദ്ധം ചെയ്യുന്നത് ഗുരുതരമാണ്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിലക്കുന്നതും അവനെ ധിക്കരിക്കുന്നതും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും തദ്ദേശീയരെ അവിടെ നിന്ന് ബഹിഷ്കരിക്കുന്നതുമാണ് അള്ളാഹുവിൽ കൂടുതൽ ഗുരുതരം. ഫിത്ന കൊലയേക്കാൾ ഗുരുതരമാണ്. ഈ സൂക്തത്തിന്റെ അവതരണത്തോടെ അവർക്ക് ആശ്വാസമായി. മുശ്രിക്കുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ബന്ധനസ്ഥരാക്കപ്പെട്ട 2 പേരെയും മോചിപ്പിക്കുന്നതിന് പ്രായശ്ചിത്തം നൽകാൻ സന്നദ്ധരായി. അപ്പോൾ നബി പറഞ്ഞു, സഅദും ഇത്തുബയും തിരിച്ചു വരട്ടെ. അവർ തിരിച്ചെത്തിയപ്പോൾ 2 ബന്ദികളെയും പ്രായശ്ചിത്തം വാങ്ങി നബി മോചിപ്പിച്ചു വിട്ടു. എന്നാൽ ഹക്കം ബിൻ ഖൈസാൻ ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങളുടെ കൂടെ താമസിക്കുകയുണ്ടായി. ഉസ്മാൻ അവിശ്വാസിയായി മക്കയിലേക്ക് മടങ്ങി. ഇനി ഇങ്ങോട്ട് തുടങ്ങിയാല് ഖിബലയെ മാറ്റുന്നത്, റമദാനിലെ വ്രതം, ഫത്ർ, സക്കാത്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബദർ യുദ്ധം വരുന്നത്. ആരാ വിശ്വാസിയായി മടങ്ങിയത്? അത് വേറെ ഉസ്മാൻ. നിങ്ങൾ പറഞ്ഞ ഉസ്മാനല്ല, വിചാരിച്ച ഉസ്മാനല്ല. ഇനി ബദർ യുദ്ധം കേട്ടോ. നബി അന്വേഷിച്ച് പുറപ്പെട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്തതും മുമ്പ് ഷാമിലേക്ക് പോയതുമായ വമ്പിച്ച ആ സംഘം മടങ്ങി വരാറായി. സംഘത്തിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയായിരുന്നു റസൂൽ. തിരിച്ചുവരവിനെ കുറിച്ച് കേട്ടപ്പോൾ തന്റെ അനുചരന്മാരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ആ ഖുറൈശികളുടെ വ്യാപാര സംഘം അതിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടുകൊള്ളുക. അതിലെ ധനം അള്ളാഹു നിങ്ങൾക്ക് നൽകിയേക്കാം. ആഹ്വാനം ചിലർ ചെവിക്കൊണ്ടു, ചിലർക്കത് പ്രയാസമായി തോന്നി. റസൂൽ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നാണ് അവർ കരുതിയത്. എന്നാൽ റസൂൽ ഇതൊന്നും പ്രശ്നമാക്കാതെ തുടർന്ന് പറഞ്ഞു: വാഹനം കൂടെയുള്ളവർ നമ്മുടെ കൂടെ തന്നെ കയറിക്കൊള്ളുക. അപ്പോൾ വാഹനം സ്ഥലത്തില്ലാത്തവരും അത് വരുന്നത് വരെ കാത്തു നിൽക്കുകയുണ്ടായില്ല. ഇങ്ങനെ പറഞ്ഞ് ഇതിന്റെ യുദ്ധത്തിനുള്ള ഒരുക്കാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് കുറെ ഉണ്ട്. കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. അങ്ങനെ മദീനക്ക് പുറത്ത് ബുയൂത്ത് സുഖിയായിൽ താവളമടിച്ച് സൈന്യത്തെ നിരീക്ഷിക്കുകയായിരുന്നു. യുദ്ധം ചെയ്യാനാത്തവരെ തിരിച്ചയക്കുകയും ചെയ്തു. പിന്നീട് വ്യാപാര സംഘത്തെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ 2 പേരെ റസൂൽ നിയോഗിച്ചു. ഇതൊക്കെ ആലോചിക്കുന്നത് 20 പേരടങ്ങുന്ന മനുഷ്യരെ നേരിട്ട് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ എഴുതി വെച്ചതല്ല. നബി പറയുന്നത് ആ സമ്പത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയേക്കാം എന്നാണ്. ഖുറൈശികളുടെ കയ്യിലുള്ള സമ്പത്ത് അള്ളാഹു ഇങ്ങനെ ഒരു മായാജാലം കാണിച്ച് മദീനയിലേക്ക് എത്തിച്ചു കൊടുക്കല്ല. ഇവര് സൈന്യത്തെ നിരീക്ഷിച്ച് അവരെ ആക്രമിക്കാൻ കെൽപ്പുള്ളവരെ നിർത്തി ബാക്കിയുള്ളവർ തിരിച്ചു പറഞ്ഞയച്ച് നബി എല്ലാ തയ്യാറെടുപ്പും നടത്തണം. 20 ആളെ നേരിടാനാണ് ഈ 313 ആള് പോയത്. അതെ, ഇതാണ് ബദർ യുദ്ധം. ഇത് വായിച്ചോളൂ. ഇതിങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമ്മള് ശരിക്കും അന്തം വിട്ടു പോകും. ഇത് ഒരു ഗ്രന്ഥല്ല,
ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രന്ഥം തള്ളാം. അപ്പൊ സഹീഹ് മുസ്ലിം എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിനോട് വിരോധമുള്ള ഒന്നാമത്തെ ആള് ബുഖാരിയാണ്, രണ്ടാമത്തെ ആള് മുസ്ലിമും, മൂന്നാമത്തെ ആള് അള്ളാഹ് തന്നെയാണ്. ഖുർആനിൽ കേട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിനോട് വിരോധം ഉണ്ടാവാൻ സാധ്യതയുള്ള എന്തൊക്കെ സാധനങ്ങൾ അതിനകത്തുണ്ട്. നിങ്ങളിപ്പോ ഞാൻ ഈ വായിച്ച അത്രയും ഭാഗം അതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം? ഇല്ല കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം പോയിട്ട് ഞാൻ ഇനി പഠിക്കാൻ തയ്യാറാണ്. നിങ്ങൾ തെളിവ് അയച്ചെന്ന് ഇനി നോക്കും, അത് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ തെളിവ് വേണം. വെറുതെ നിങ്ങൾ ആഗ്രഹ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആശയം രൂപീകരിക്കാൻ പറ്റില്ല. അല്ല അതില്ലേ പിന്നെ നിങ്ങൾ പറഞ്ഞ ഇത് കേട്ടിട്ടുണ്ടോന്ന് വെച്ചാൽ ഇതില് കുറെ ഭാഗങ്ങൾ നമ്മൾ ബദർ യുദ്ധത്തിന്റെ ആ ചരിത്രം പഠിക്കുന്നതിൽ അത് നമ്മൾ താരീഖൊക്കെ മദ്രസ പഠിക്കുമ്പോൾ ഉസ്താദ്മാര് പറഞ്ഞ താരീഖാണ് യഥാർത്ഥ ചരിത്രം എന്ന് വിചാരിച്ചതിന്റെ പ്രശ്നമാണ്. എനിക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നേ, എനിക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന മാനസികാവസ്ഥ എനിക്ക് നന്നോണം മനസ്സിലാകുന്നേ. കാരണം ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്ന ആളാണ് ഞാനും, മനസ്സിലായോ? അല്ലാതെ ഞാന് ഒരു സുപ്രഭാതത്തില് ആകാശത്ത് നിന്ന് പൊട്ടി മുർത്തതായി താഴത്തേക്ക് വീണ ആളല്ലല്ലോ. ഞാൻ നല്ലോണം മുസ്ലിമായി ജനിച്ച്, ഇനി ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് തന്നെ ഓർമ്മ. മദീനത്തെ പള്ളിയിൽ സുജൂദിൽ കിടന്ന് ഞാൻ നിലവിളിച്ചിട്ടുണ്ട് ഈമാൻ ഉറപ്പിച്ചു തരണമെന്ന്. പക്ഷെ ഗ്രന്ഥം വായിക്കാൻ നിർത്തണം ഈമാനോട് ഉറക്കണമെങ്കിൽ. യാഥാർത്ഥ്യത്തിന്റെ നേരെ കണ്ണടച്ചിട്ടല്ലാതെ നമുക്ക് ഈമാൻ നിലനിർത്താൻ കഴിയൂലെന്ന്. ഒന്നുകിൽ അത് വായിക്കരുത്, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യരുത്, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ചിന്തിക്കരുത്. വായിക്കുകയും അറിയുകയും യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ കാണുകയും ചെയ്താൽ ഈമാൻ ഫസാദാവും. നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പായിട്ട് പറയാം, നിങ്ങൾ എന്നോട് ഈ വിഷയങ്ങളിൽ ഒരു 5-6 തവണ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈമാനിന്റെ ഇളക്കം 100% ഉറപ്പാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്, സത്യസന്ധത ഉള്ളിലുള്ള ആളുകളാണ്. ബൈ ഡിഫോൾട്ട് ബൈ ഡിഫോൾട്ട് നമ്മൾക്ക് സത്യത്തിനോടൊരു ഇതുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പെടപ്പ് വരും. ആ പെടപ്പാണ് ഈമാൻ ഇളകുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണം. പടച്ചോനെ എന്താ ഈ കേൾക്കണെന്ന് ഒരു ആന്തല് വരും, ഒരു കാളല്. അങ്ങനെയാണ് ഈമാൻ ഇളകുക. അതാണ് നമ്മളെ ചെറിയ പാൽപ്പല്ല് ഇളകുന്നതിന്റെ തുടക്കല്ലേ, അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിക്കോ. അത് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും. നിങ്ങളിപ്പോ ഇത്രയും നേരം പറഞ്ഞു, ഞാനിപ്പോ 3-4 വട്ടം നിങ്ങളെ വിളിച്ചില്ലേ, കുറേ നേരം ഞാൻ നിങ്ങളെ കാര്യം കേട്ടത്. പക്ഷെ എനിക്കൊരിളക്കവും വന്നിട്ടില്ല. അല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോ ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങൾ ഈ രൂപത്തിൽ ഇതിനെ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കലുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ എഴുതിയമാരെ തെറ്റായിരിക്കും, ഇതൊക്കെ നബിയുടെ കാലത്തിന് ശേഷം പിന്നെ എത്രയോ കാലം കഴിഞ്ഞ് എഴുതി ഉണ്ടാക്കിയ സാധനല്ലേ, രാജാക്കന്മാർ ഓലെ താല്പര്യത്തിന് എഴുതിയിട്ടുണ്ടാവും, മൂല്യന്മാർ ഓലെ താല്പര്യത്തിന് പ്രസംഗിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഞാനും ആശ്വസിച്ചിരുന്നു. പിന്നെ മാത്രല്ല എന്താ പറഞ്ഞ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ഖുർആൻ പടച്ചോനിൽ നിന്നുള്ള ഗ്രന്ഥാണ്, പടച്ചോൻ ഇറക്കിയതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾ. അത് അങ്ങനെ ഉറച്ചു വിശ്വസിക്കാൻ നിങ്ങൾക്ക് എല്ലാ അവകാശമുണ്ട്. പിന്നെ അതില് ഖുർആനില് നബീനെ പറ്റിയിട്ടും നബി റഹ്മത്തുൽ ആലമീൻ സത്യസന്ധൻ എന്ന് പടച്ചോൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിനോടൊപ്പം അതും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിൽ പടച്ചോൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് സഹീഹ് ബുഖാരിനെ തള്ളണം. ബുഖാരി ഞാൻ അത് മുമ്പ് നിങ്ങളോട് പറഞ്ഞു, ചില കാര്യങ്ങൾ കേൾക്കുമ്പോ എന്താണ് ഇതാണ് അതിന്റെ തുടക്കം, ഇതാണ് അതിന്റെ തുടക്കം, ഇതാണ് ഈമാൻ ഇളക്കുന്നതിന്റെ തുടക്കം. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ ഇൻഷാ അല്ലാഹ് 2-3 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഈ പഠനവും വായനയും തർക്കമൊക്കെ തുടരൂ. നമ്മൾ എവിടെ എത്തും നമുക്ക് നോക്കാം, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഇന്നത്തേക്ക് അവസാനിപ്പിക്കട്ടെ. ഞാൻ ഞായറാഴ്ചയാണ്, ഞാൻ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ദിവസമാണ്. ആയിക്കോട്ടെ ശരി. എന്തായാലും ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ്, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിന് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. പ്രപഞ്ചത്തിന് സൃഷ്ടാവിന് ഒരു അസിസ്റ്റന്റും ഒക്കെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല നമുക്ക്. ഇനി അയാൾക്ക് ഒരു ഭാര്യയും 2 കുട്ടികളുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ എന്തിനാ അതിലൊക്കെ ഇടപെടണേ? ആയിക്കോട്ടെ, എന്തായാലും ശരി. അപ്പൊ ആ ഇതില് ഞാൻ ഇങ്ങനെ വിശ്വസിച്ച് അങ്ങനെ പോയിക്കോളി, അതാണ് നിങ്ങൾക്ക് നല്ലത്. ശരി, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, മാറ്റം വരൂല. ഓക്കെ.